നാട് മുഴുവൻ ഓണാഘോഷത്തിലാണ്. ഓണം എന്ന് പറഞ്ഞാൽ മലയാളിക്ക് ഓണപ്പൂക്കളവും ഓണസദ്യയും ഓണക്കളികളും അങ്ങനെ ഒത്തൊരുമയുടെ ആഘോഷമാണ്. അപ്പോൾ ഇന്നൊരു ഒത്തൊരുമ തന്നെയാണ് മീഡിയ വൺ പ്രേക്ഷകർക്കായി ഒരുക്കുന്നത്. നമ്മുടെ വി.ഡി. സതീശൻ സർക്കാരിലെ ഊർജ്ജസ്വലരായ മന്ത്രിമാർക്കൊപ്പമാണ് ഇന്നത്തെ ഓണാഘോഷം. അപ്പോൾ നമുക്ക് അവരോട് ഓണവിശേഷം ചോദിക്കാം. പതിവ് ഗൗരവതരമായ രാഷ്ട്രീയ ചർച്ചകളൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ഇന്ന് അല്പം ഓണവിശേഷമാകാം. അപ്പോൾ മന്ത്രിമാരുടെ ഓണവിശേഷങ്ങളിലേക്കാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. യെസ്, അപ്പോൾ താങ്ക് യു ഇവിടെ വന്നതിന്. ഓണത്തിരക്കിലാണ് എല്ലാവരും എന്നറിയാം. അപ്പോൾ ലേഡീസ് ഫസ്റ്റ് എന്നല്ലേ ഇവിടെ തുടങ്ങും. മാം, അപ്പോൾ എങ്ങനെയാണ് ഓണം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഓരോ ഓർമ്മകളാണ്. ഓണം ഭയങ്കര നൊസ്റ്റാൾജിയാണ് എല്ലാവർക്കും. അപ്പോൾ മന്ത്രിയായി ഔദ്യോഗിക തിരക്കുകളൊക്കെ ഉണ്ട്. അതിനിടയിലും ഓണത്തിന് ആ ഒരു പഴയ പൊലിമയിൽ തന്നെ ആഘോഷിക്കുന്നുണ്ടോ? പഴയ പൊലിമയിൽ ആഘോഷിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇപ്രാവശ്യം അതിനെ പറ്റും തോന്നുന്നില്ല. പക്ഷേ ഓണം എന്ന് പറഞ്ഞാൽ നല്ല പൂക്കളിടുക, പിന്നെ നല്ല സദ്യ കഴിക്കുക, പുതിയ വസ്ത്രം ഇടുക, ഇതൊക്കെ നമ്മൾ കുട്ടിക്കാലം തൊട്ട് ശീലിച്ച് വരുന്ന ഒന്നാണ്. അപ്പം ഞാനിപ്പം കുറച്ച് വർഷമായിട്ട് അങ്ങനെ വലിയ തോതിൽ ആഘോഷമില്ല. വേണ്ടപ്പെട്ട ആളുകളുടെയൊക്കെ മരണം ഓണാഘോഷ സമയത്ത് കുറച്ച് പിന്നോട്ടടിച്ചിട്ടുണ്ട്. എന്നാലും ഓണം നമ്മുടെ സുഹൃത്തുക്കളും ബന്ധുക്കളും വീട്ടുകാരും എല്ലാവരുമായിട്ട് ഒത്തുകൂടാൻ കിട്ടുന്നൊരവസരം കൂടി ആയതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ളൊരു സന്തോഷമുണ്ട്. പിന്നെ ഇപ്രാവശ്യം നമ്മുടെ മണ്ഡലത്തിലും കൂടെ ഓണാഘോഷത്തിൻ്റെ പരിപാടികളിൽ പങ്കെടുക്കാൻ പറ്റുമെന്നുള്ള ഒരു സന്തോഷമാണ്. അപ്പം അതിനുവേണ്ടി കാത്തിരിക്കുന്നു. ഇപ്പോൾ വിഷ്ണുനാഥ് സാർ, എങ്ങനെയാണ് ഓണം? ഭയങ്കര മെമ്മറബിൾ കളർഫുൾ ഓർമ്മകളൊക്കെ ഉണ്ടോ? ഓണം എല്ലാവർക്കും നല്ല ഓർമ്മയുള്ള ഒരു ഓണം എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ ഓർമ്മയും കൂടാണ് എല്ലാവർക്കും. ലോകത്തിൻ്റെ എവിടെയുള്ള മലയാളിയാണെങ്കിലും ഓണത്തിൻ്റെ ഓർമ്മ കാണും. അത് ഓരോ കാലത്താവുമ്പോഴത്തേക്ക് നമുക്ക് ഓരോ രൂപത്തിലാകും. അത് നമ്മൾ കൊച്ചുനാളിലാകുമ്പോൾ ഉള്ള ഒരു ഓണത്തിൻ്റെ ഒരു ഓർമ്മ, കുറച്ചും കൂടെ വലുതാകുമ്പോൾ ഉള്ള ഒരു ഓർമ്മ, പിന്നെയും കൂടെ വലുതാകുമ്പോൾ ഉള്ള മറ്റൊരു ഓർമ്മ. ഇങ്ങനെ എല്ലാ കാലത്തെയും ഓണത്തിൻ്റെ ഓർമ്മയുണ്ടാവും. കുഞ്ഞുനാളിലാകുമ്പോൾ വളരെ കുഞ്ഞായിരിക്കുമ്പോൾ ഓർമ്മ അതെന്ന് വെച്ചാൽ നമ്മൾ ഓണം തിരുവോണം വീട്ടിൽ തന്നെ ആയിരിക്കും. അവിട്ടവും ചതയും ഒക്കെ ആകുമ്പോഴത്തേക്ക് വീട്ടിലെ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ ബന്ധു വീട്ടിൽ പോവുക. അവിടെ ആയിരിക്കും രണ്ടാം ഓണവും മൂന്നാം ഓണവും ഒക്കെ ബന്ധുക്കളുടെ വീട്ടിലുള്ള ഓണമാണ്. അപ്പം തിരുവോണം കഴിഞ്ഞാൽ അങ്ങ് ബന്ധുക്കളുടെ വീട്ടിലേക്ക് പോകുക എന്നുള്ളതാണ്. അപ്പൊ അവിടെ സദ്യ കഴിഞ്ഞാൽ ഓണാഘോഷം നിർത്തുന്നില്ല, നമുക്ക് വേറെ പിന്നെ ഓണം എന്ന് വെച്ചാൽ ഉത്രാടം മുതൽ തുടങ്ങി തിരുവോണം അവിട്ടം ചതയം അങ്ങനെയാണ്. പിന്നെ കുറച്ച് വലുതായി കഴിയുമ്പോഴത്തേക്ക് ഓണം എന്ന് പറയുമ്പോൾ നാട്ടിൻപുറത്തെ ക്ലബിൽ പോവുക, മത്സരത്തിൽ പങ്കെടുക്കുക, സമ്മാനം കിട്ടുക കിട്ടാതിരിക്കുക, അവിടുത്തെ കലാപരിപാടികൾ, വടംവലി, ഉറിയടി, ഇതൊക്കെ കാണുക. പിന്നെയും കൂടെ കുറച്ചുകൂടെ വലുതാകുമ്പോഴത്തേക്ക് കൂട്ടുകാരുടെ കൂടത്തിൽ പോയിട്ട് ഓണത്തിന് റിലീസിന് ഇറങ്ങുന്ന സിനിമ ഇടിച്ച് നിന്ന് ടിക്കറ്റ് എടുത്ത് ആദ്യത്തെ ഷോ തന്നെ കാണുക. അതിന് ടിക്കറ്റ് കിട്ടിയില്ലെങ്കിൽ അവിടെയൊക്കെ തന്നെ 2.5 മണിക്കൂർ കറങ്ങി തിരിഞ്ഞ് നടന്നിട്ട് അടുത്ത ഷോയ്ക്ക് പോയി ടിക്കറ്റ് എങ്ങനെയും സംഘടിപ്പിച്ച് കയറി കാണുക. പിന്നെയും കൂടെ കുറച്ച് ആയപ്പോഴത്തേക്കും ഞാനിപ്പോൾ 26 വയസ്സായപ്പോഴേ MLA ആയി. അതൊന്നും ഒരു ദോഷമായിട്ട് പറയുകയല്ല, നല്ല കാര്യമാണ്. അപ്പോൾ മുതൽ നമ്മളങ്ങ് സംഘാടകനായി. നമ്മളൊരു കുറച്ച് നന്നായിട്ട് ഓണം അടിച്ചു പൊളിച്ച് ആഘോഷിക്കേണ്ട ഒരു പ്രായമായപ്പോഴത്തേക്കും നമ്മൾ ഓണം നടത്തിപ്പിൻ്റെ ജോലിയായി. അപ്പോൾ പിന്നെ നിയോജക മണ്ഡലം ഏറ്റവും കൂടുതൽ പരിപാടികളുള്ളത് ഈ ഓണ സമയത്താണ്. അപ്പോൾ അതിൻ്റെ സംഘാടകനോ അല്ലെങ്കിൽ അതിൻ്റെ ഉദ്ഘാടകനോ അതിൻ്റെ ആളോ ഒക്കെ ആയിട്ട് കുറച്ച് കാലമായിട്ടൊരു 10-20 വർഷമായിട്ട് ഓണം അങ്ങനെയാണ്. ഈ വർഷം വന്നപ്പോഴത്തേക്കും സർക്കാരിൻ്റെ ഓണത്തിൻ്റെ സംഘാടകനായി നിൽക്കുകയാണ്. നമ്മുടെ മീഡിയ വണ്ണും ഒരു ദിവസം സർക്കാരിൻ്റെ ഓണത്തിൻ്റെ ഒരു ദിവസത്തെ പരിപാടി നടത്തുന്നത് മീഡിയ വണ്ണാണ്. അങ്ങനെ എല്ലാ മാധ്യമ സ്ഥാപനങ്ങളുണ്ട്. 24-ാം തീയതി മുതൽ നമ്മുടെ ഓണാഘോഷം തുടങ്ങുകയാണ്. 30-ാം തീയതി വരെ തിരുവനന്തപുരത്തും എല്ലാ ജില്ലയിലും ഗംഭീരമായ ഓണാഘോഷ പരിപാടികൾ. നമ്മുടെ സർക്കാരിൻ്റെ ഓണാഘോഷം 24-ാം തീയതി മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുകയാണ്. കുഞ്ചാക്കോ ബോബനും ശോഭനയൊക്കെ ഉണ്ട് നമ്മുടെ ഓണത്തിൻ്റെ അതിഥികളായിട്ട്. നമ്മുടെ എല്ലാ ചാനലുകളും സഹകരിക്കുന്നുണ്ട്. മീഡിയ വണ്ണിൻ്റെ ഒരു ദിവസമുണ്ട്. 8,000-ഓളം കലാകാരന്മാർ ഈ പറഞ്ഞ 7 ദിവസം കേരളത്തിലെ വിവിധ ജില്ലകളിലും തിരുവനന്തപുരത്തും 36 വേദിയിലായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. അത്രയും ആൾക്കാർക്ക് പെർഫോം ചെയ്യാനുള്ള പക്ഷേ അത്രയും വലിയ കലാകാരന്മാർ ഒരു ചെറിയ പീരീഡിൽ പെർഫോം ചെയ്യുന്ന ഈ രാജ്യത്ത് തന്നെ ഏറ്റവും വലിയ ഇവൻ്റ് ആയിരിക്കും നമ്മുടെ ഓണാഘോഷം. അങ്ങനെ അതിൻ്റെ ഒരു വലിപ്പം പരിശോധിച്ചാൽ അപ്പോൾ അതിൻ്റെ ഒരു സംഘാടകനായിട്ടാണ് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നടപ്പ്. ആദ്യമായിട്ട് ഈ പറഞ്ഞ എൻ്റെ ഒരു ഓണ വളർച്ച ഞാൻ പറഞ്ഞല്ലോ. അച്ഛൻ്റെ അമ്മയുടെയും കൈ പിടിച്ച് ബന്ധു വീട്ടിൽ ഓണം ആഘോഷിക്കാൻ പോകുന്ന ഒരാളിൽ നിന്നും ഓണം നടത്തിപ്പുകാരൻ സംസ്ഥാനത്തിന്റെ ഓണം നടത്തിപ്പുകാരനിലേക്കുള്ള വളരെ ട്രാൻസ്ഫോർമേഷനിലെത്തി നിൽക്കുക. ഭയങ്കര പ്രചോദനാത്മകമായ ഓണ വളർച്ച.
യെസ്. അപ്പോൾ ബിന്ദു മാം, ഇപ്പം എങ്ങനെയാണ് ഈ വർഷത്തെ ഓണാഘോഷം? ഇത് കുറച്ച് സ്പെഷ്യലാണ്. കാരണം എനിക്കറിയാം ബിന്ദു മാമിന് പേഴ്സണലി, ഞാൻ ബിന്ദു മാമിൻ്റെ ഓരോ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന ആളാണ്. അപ്പം മാം തുടക്കം തൊട്ട് എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടുണ്ട്, ആ മണ്ഡലത്തിൽ എത്രത്തോളം സമയം ചെലവഴിച്ചിട്ടുണ്ട്, എത്ര കണ്ട് പ്രവർത്തിച്ചിട്ടുണ്ടെന്നൊക്കെ എനിക്കറിയാം. മാമിന് ഓരോ പരാജയങ്ങളിൽ നിന്ന് വന്നതും പിന്നീട് എങ്ങനെ ഇവിടെ എത്തി എന്നുള്ളതും. അപ്പോൾ സ്വാഭാവികമായിട്ടും മാമിനെ സംബന്ധിച്ചിടത്തോളം സ്പെഷ്യലാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ എന്താ ഇപ്രാവശ്യത്തെ ഓണാഘോഷം? തീർച്ചയായും വലിയ സ്പെഷ്യലാണ്. ഏറ്റവും എന്താ പറയുക, വാക്കുകൾ കൊണ്ട് വർണ്ണിക്കുന്നതിനപ്പുറത്തേക്കുള്ളൊരു സ്പെഷ്യലായ ഓണം തന്നെയാണ്. ഓണം എന്നും ഓരോ മലയാളിക്കും വളരെ ഗൃഹാതുരത്വമുള്ള ഉത്സവമാണ്. അത് ഓരോ വർഷം കഴിയും തോറും കൂടുതൽ കൂടുതൽ മിഴിവാർന്ന് എന്താ പറയുക, നല്ല ഭംഗിയുള്ള ഓണമായി വരികയാണ്. അപ്പോൾ വിഷ്ണു മിനിസ്റ്റർ പറഞ്ഞതുപോലെ നമ്മുടെ ചെറുപ്പത്തിലെ ഓണം എന്ന് പറയുന്നത്, ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ചെറുപ്പത്തിലെ ഓണം എന്ന് പറയുന്നത് പരിമിതമായ ജീവിത സാഹചര്യങ്ങൾ, ഒരു പരിമിതിയും ഇല്ലാത്ത സമയമാണ് ഓണം എന്ന് പറയുന്നത്. എല്ലാ ഭക്ഷണവും ഒരാഴ്ച മുമ്പേ അമ്മ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി ടിന്നുകളിൽ ഇട്ട് വയ്ക്കും. ഓണക്കാലത്ത് ഭക്ഷണം എന്ന് പറയുന്നത് ഈ വെറൈറ്റി ഓഫ് ഫുഡ്, അത് എല്ലാം സദ്യ എന്ന് പറഞ്ഞാൽ തിരുവോണത്തിന് സദ്യയാണ്, ബാക്കി എല്ലാ ദിവസവും ബാക്കി എല്ലാ ഫുഡും ഉണ്ടാകും. ഈ പറഞ്ഞതുപോലെ നാട്ടിൻപുറത്താണ് ജനിച്ച് വളർന്നത്. നാട്ടിൻപുറം നന്മകളാ സമൃദ്ധം എന്ന് പറയുന്ന കണക്ക് ഒരുപാട് കൂട്ടായ്മകളും ക്ലബ്ബുകളും കളികളും ചിരികളും കുട്ടികൾക്കായി റിസർവ് ചെയ്ത ഒരുപാട് കളികളുണ്ട്. അതില്ലാത്ത സമയത്ത് കളിക്കാത്ത സ്പെഷ്യൽ കളികളുമുണ്ട്. ഈ പറഞ്ഞ ഉറിയടിക്കുന്നവർ ഓരോരുത്തരായിരിക്കും. ഉറി പിടിക്കാൻ ഒരാളും അടിക്കാൻ ഒരാളും, പക്ഷെ ആ നാട് മുഴുവൻ അതിൻ്റെ ഒപ്പമുണ്ട്. അതൊക്കെ വല്ലാത്ത വൈബാണ് ഓണം വൈബ് എന്ന് പറയുന്നത്. ഈ പറയുന്ന കണക്ക് വടം വലിച്ച് വീഴുന്ന കാഴ്ചകൾ അതിപ്പോഴും ഉണ്ട്. പക്ഷെ അന്നൊക്കെ കുറച്ചുകൂടി രസമായിരുന്നു നമ്മൾ കുട്ടികൾക്ക്. അത് പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഓണം എന്ന് പറയുന്നത് തിരുവോണം ഉച്ചയ്ക്ക് 12 മണിയാകുമ്പോൾ ഞങ്ങളുടെ വീട്ടിൽ സദ്യ ഉണ്ടാക്കി. കാരണം പെട്ടെന്ന് അമ്മ വീട്ടിൽ പോകണം. അമ്മയുടെ വീട്ടിലെ ഓണമാണ് അത്. ആ ഓണമാണ്, ഒട്ടും പരിമിതിയില്ല. ഞങ്ങളുടെ വീട്ടിലാകുമ്പോൾ അച്ഛൻ പറയും ഇന്നടത്തേ പോകാവൂ. അച്ഛൻ നിശ്ചയിച്ചിട്ടുള്ള ഏരിയ ഉണ്ട്, ആ ഏരിയ വിട്ട് അധികം പോകാൻ കഴിയില്ല. പക്ഷെ അമ്മയുടെ വീട്ടിൽ ചെന്ന് ഇതൊന്നും ഒരു പ്രശ്നമല്ല. കസിൻസ് മുഴുവൻ പേരും ഉണ്ട്. ആ ഓണ ദിവസങ്ങൾ 4-5 ദിവസം അമ്മയുടെ വീട്ടിൽ. പിന്നെ സ്കൂൾ തുറക്കുന്നതിൻ്റെ തലേന്ന് രാത്രിയാണ് വരുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ വിഷമം എന്താണെന്ന് ചോദിച്ചാൽ തിരികെ വീട്ടിൽ പോവുക, സ്കൂൾ തുറക്കുക എന്നുള്ളതായിരുന്നു. അത് അത്രയ്ക്ക് സന്തോഷത്തിൽ നിന്ന് പെട്ടെന്ന് നമ്മുടെ റുട്ടീൻ ലൈഫിലേക്ക് ആകുമ്പോൾ 2 ദിവസം കഴിയും. അതിൽ നിന്ന് ഒരുപാട് സന്തോഷം നൽകിയ ഈ കാലഘട്ടങ്ങളിൽ ഒന്നും തന്നെ നമുക്കൊരു ബർഡൻ ഇല്ല. ഒരു കുടുംബപരമായോ സാമൂഹികപരമായോ യാതൊരു ഉത്തരവാദിത്വം ഇല്ല. എല്ലാത്തിൻ്റെയും ഭാഗമാവുക. നാട്ടിലെ കളിക്കൊക്കെ നമ്മൾ ആളുകളുടെ ഇടയിൽ നിന്ന് പൈസ വാങ്ങിക്കാനും കോരിക്കാനും പൂക്കൾ ഇരുത്തുകൊണ്ടൊന്ന് പൂക്കൾ ഉണ്ടാക്കാനും എല്ലാത്തിനും കൂടുമെങ്കിലും നമ്മുടെ പേഴ്സണൽ ബർഡൻ ഒന്നും തന്നെ ഇല്ല. ഒരു ടെൻഷനും ഇല്ല. ടെൻഷൻ ഫ്രീ ആയിട്ടുള്ള ലൈഫാണ് ഓണക്കാലം എന്ന് പറയുന്നത്. ഒന്നും അറിയണ്ട. പിന്നെ വിവാഹിതയായതിനു ശേഷം തീർച്ചയായും ഞങ്ങൾ കുടുംബ വീട്ടിലായതുകൊണ്ട് ബാക്കി എല്ലാവരും അങ്ങോട്ടേക്ക് വരിക. പിന്നെ സ്ഥിരമായി ഹോസ്റ്റ് ചെയ്യുന്ന ആളായി മാറി. ഇപ്പോൾ ഓണം കുറേ കൂടി സ്പെഷ്യലായി. ഈ പദവിയിൽ എത്തിച്ച കൊല്ലംകാരോടൊത്തുള്ള ഓണമാണ് കൂടുതൽ സ്പെഷ്യൽ. ഞാനിപ്പോൾ മാം പറയുമ്പോൾ കേൾക്കുമായിരുന്നു, വിഷ്ണു മിനിസ്റ്റർ പറഞ്ഞ പോലെ എൻ്റെ ഓണ വളർച്ച എന്നൊക്കെ പറയുന്ന ബിന്ദു മാമിൻ്റെ ഓണ വളർച്ച എന്ന് പറയുന്ന അച്ഛൻ്റെ റെസ്ട്രിക്ഷനിൽ നിന്നൊക്കെ മാറി ഇപ്പോൾ സംസ്ഥാനത്തിൻ്റെ മന്ത്രിയായിരിക്കുന്നു. അല്ലെ, വേറെ കാര്യം ശ്രദ്ധിച്ചോ, ബിന്ദു മാം ഭയങ്കര ഒരു കുട്ടിത്തുള്ളിലുള്ള ഒരാളാണല്ലോ. എപ്പോഴും ആ ഓണക്കാലം പറയുമ്പോൾ അവിടെ എത്തി, ഇന്ന് അമ്മ വീട്ടിലേക്ക് എത്തി. ചിലപ്പോഴൊക്കെ എന്നെ കളിയാക്കുന്നു ഇപ്പോഴും KSU ആണെന്നാണ് അറിയാതെ. ജെനി സാറിന്റെ ഓണ ഓർമ്മകൾ എന്തൊക്കെയാണ്? പിന്നെ എൻ്റെ ഓണ വളർച്ച ഞാനിപ്പോഴും വളർന്നുകൊണ്ടിരിക്കുകയാണ്, അതും പ്രശ്നമാണ്. പക്ഷെ എന്നാലും പിന്നെ പ്രധാനമായ കാര്യം സ്കൂളിലെ 10 ദിവസം മുടക്കാണ്. പിന്നെ അതൊരു ആരും പറഞ്ഞില്ല, ഇവരൊക്കെ വലിയ പഠിപ്പിച്ചുകളായിരുന്നു. 10 ദിവസം മുടക്കാണ് നമ്മുടെ പ്രധാന ആകർഷണം. പിന്നെ നമുക്ക് പിന്നെ പറഞ്ഞ പോലെ അമ്മമാരുടെ വീടുകളിലൊക്കെ പോകാൻ വേണ്ടി കഴിയും. ആ സമയത്തൊരു ഓണക്കോടി കിട്ടും, പിന്നെ ഒരു സിനിമ കിട്ടും. ഓണത്തിൻ്റെ അന്ന് വെജിറ്റേറിയൻ ആയിരിക്കും, എല്ലാവരും ഒക്കെ വരുമായിരിക്കും. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ തിരിച്ചു വരുമല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ യാത്ര പോകുമ്പോൾ അന്ന് പറമ്പിൽ ഏതെങ്കിലും ഒരു കോഴി വീടതേവം പ്രാപിക്കും, ഓടിച്ചിട്ട് പിടിക്കുക. 3-4 പറമ്പുകളും 3-4 വീടുകളും അതിർത്തിയിലൊക്കെ കടന്നു പോകുന്ന പരിപാടിയാണ്. തിരിച്ചും ഇടയ്ക്ക് അങ്ങോട്ട് ക്രോസ് ചെയ്തൊക്കെ പോകും. അപ്പുറത്ത് വീട്ടിൽ നിന്ന് ഓടിച്ചിട്ട് ഇങ്ങോട്ടും കൊണ്ടുപോകും, ഇപ്പുറത്ത് വീട്ടിൽ ഓടിച്ചിട്ട് അങ്ങോട്ടും കൊണ്ടുപോകും എന്ന് പറഞ്ഞ പോലെ അങ്ങനെയൊക്കെയാണ് കടന്നു പോകുന്നത്. വളരെ അത്ര മോശമല്ല, എന്നാൽ കൂടി അത്ര വലിയ ആഘോഷമില്ല. പിന്നെ അമ്മൂമ്മയൊക്കെ ഉണ്ടായിരുന്ന സമയത്തൊക്കെയാണ് ഈ ഓണം കൊള്ളുന്നതിനൊക്കെ വെളുപ്പിനൊക്കെ എഴുന്നേറ്റ് ഓണം കൊള്ളുന്നതൊക്കെ. പിന്നെ അമ്മൂട്ടിലൊക്കെ പോകുമ്പോൾ അവിടെയും അതൊക്കെ കണ്ടിട്ടുള്ള ആ സമയത്തൊക്കെയാണ്. കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ രീതിയൊക്കെ മാറി തുടങ്ങി. ഇങ്ങനെ എല്ലാവർക്കും സമയത്തിൻ്റെ ഒരു കുറവ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പം അങ്ങനെയാണ്. പിന്നെ എല്ലാ കാലത്തും ഓണം എല്ലായ്പ്പോഴും ഒരുപോലെ തന്നെ ആഘോഷമാണ്. വിഷുവായിട്ട് നേരത്തെ പറഞ്ഞ പിന്നെ കേരളം മുഴുവൻ ഓണാഘോഷത്തിന്റെ നടത്തിപ്പാണ് ഉള്ളിലേക്ക്. അതിൽ തൃശ്ശൂർ ജില്ലയുടെ ഓണാഘോഷം ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക. ഏറ്റവും നല്ല ഓണാഘോഷം തൃശ്ശൂർ ജില്ലയിൽ നടത്തുന്ന രീതിയിലാണ്. തൃശ്ശൂര് ഇപ്പം നമുക്കറിയാമല്ലോ, തൃശ്ശൂര് 2 കാര്യങ്ങൾ ഇപ്പോൾ ഓണമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇപ്പം പുലിക്കളി 4 ഓണത്തിന് തൃശ്ശൂരാണ്. അത് കഴിഞ്ഞാൽ പിന്നെ കുമ്മാട്ടിക്കളി വരും. അത് രണ്ടും തൃശ്ശൂരിന്റെ ഒരു നഗരത്തിന്റെ ഒരു
പിന്നെ ഈ സാമ്പത്തിക വിനിമയം മുഴുവൻ ഓണവും ഓണാഘോഷ പരിപാടി, പിന്നെ അത് കഴിഞ്ഞാൽ നമ്മുടെ പൂരത്തിൻ്റെ പരിപാടി, അങ്ങനെ ഈ 2 സൈക്കിളിൽ ഇങ്ങനെ കണക്ട് ചെയ്യാം. ഈ ഓണം കഴിഞ്ഞാൽ അടുത്ത ഓണത്തേക്കുള്ള കുമ്മാട്ടിയുടെയും പുലിക്കളിയുടെയും ഒക്കെ പ്രിപ്പറേഷൻസ് അവർ ഇപ്പോൾ തന്നെ തുടങ്ങും. പൂരം കഴിഞ്ഞാൽ തൊട്ടടുത്ത ദിവസം അടുത്ത പൂരത്തിന് വേണ്ടിയുള്ള മത്സരമാണല്ലോ. ഒരു ടൈം ഷെഡ്യൂളും മത്സരമല്ലേ, ദേശങ്ങൾ തമ്മിലുള്ള മത്സരമാണ്. 29-ന് പുലിക്കളി കഴിഞ്ഞ് അതിൻ്റെ സമാപനം കോർപ്പറേഷൻ്റെ നേതൃത്വത്തിലാണ്. എന്നാൽ കൂടി അത് കഴിഞ്ഞു വരുന്നത് തേക്കിൻകാട് മൈതാനത്ത് വരുമ്പോൾ DTPCയുടെ പരിപാടിയുടെ സമാപനമാണ്. ആ വേദിയാണ്. ഇങ്ങോട്ട് വരുമ്പോൾ വള്ളംകളിയാണ്. കാരണം ഇവിടെ പോയി ചമ്പക്കുളം വള്ളംകളി മുതൽ തുടങ്ങി സീസൺ. ഇനിയിപ്പോൾ 22-ാം തീയതി നെഹ്റു ട്രോഫി വള്ളംകളിയാണ്. അത് കഴിഞ്ഞാൽ 30-ാം തീയതി ആറന്മുള ഉത്രട്ടാതി വള്ളംകളിയാണ്. അതിൻ്റെ ഇടയിൽ നമ്മുടെ ലിജു ചതയം വള്ളംകളി കരുനാഗപ്പള്ളി കന്നറ്റിയിലുണ്ട്, ചെങ്ങന്നൂരുണ്ട്, ഇവിടെ ഉണ്ട്, വെള്ളായണിയിൽ അയ്യങ്കാളി ട്രോഫിക്ക് വേണ്ടിയിട്ടുള്ള വള്ളംകളി. ഈ ഏറ്റവും നല്ല ഓണാഘോഷം നടത്തുന്ന ജില്ലയ്ക്ക് വല്ല സമ്മാനമൊക്കെ ഉണ്ടോ? നമുക്കൊന്ന് ആലോചിക്കാം. നമുക്ക് ഈ പറഞ്ഞ പോലെ ആ ചോദ്യത്തിനൊരു ദുരുദ്ദേശമുള്ള എന്താണെന്ന് വെച്ചാൽ തൃശ്ശൂർ കൊണ്ടുപോകുന്നുള്ള ആത്മവിശ്വാസമുണ്ട്. അത് അവിടെ ആ പുലിക്കളിക്കാരും കുമ്മാട്ടി കളിക്കാരും ഉണ്ട്. ട്രോഫി വാങ്ങാൻ വേണ്ടി നിൽക്കുക. എന്റെ നിയോജകമണ്ഡലത്തില് പിന്നെ MLA എന്ന നിലയ്ക്ക് ഒരു ആണാഘോഷ പരിപാടി 21-ാം തീയതി രാവിലെ 6:30 തുടങ്ങി 25-ാം തീയതി രാത്രി 10 മണി വരെ നീണ്ടു നിൽക്കുന്ന ത്രൂഔട്ട് പരിപാടിയാണ്. 21-ാം തീയതി വലിയ ഘോഷയാത്ര. അത് പിന്നെ അങ്ങനെയാണ് അതിന്റെ ഹോം മിനിസ്റ്റർ ഉദ്ഘാടനം ചെയ്യും. പിന്നെ കുറച്ച് സിനിമാ കാര്യങ്ങൾ, കലാപരിപാടികൾ, കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെ. അപ്പോൾ രണ്ടുമുണ്ട്. അവിടെ 26 മുതൽ DTPCയുടെ പരിപാടിയുടെ ഭാഗമായിട്ട്. അപ്പൊ നമുക്കിനിപ്പോ ആളുകൾക്ക് അറിയാൻ താല്പര്യമുള്ളത് ഓണം പ്രമാണിച്ചോ അതത് വകുപ്പുകൾ ഇന്ന് ഓണസമ്മാനാണ് ആളുകൾക്ക് കൊടുക്കുന്നത് എന്നുള്ളതാണ്. ആളുകൾക്ക് അത് ഗവൺമെന്റ് തന്നെ പ്രഖ്യാപിച്ചല്ലോ. അതിനപ്പുറത്തേക്ക് ഇന്നലെ മുഖ്യമന്ത്രി കേരളത്തിലെ ഒരുമാതിരി എല്ലാ അപ്പൊ ലിച്ചർ, അപ്പൊ എങ്ങനെയാണ് ഓണത്തിന്റെ ഓർമ്മകള്, പിന്നെ പടിപടിയായിട്ടുള്ള ഓണ വളർച്ച, അതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഏറ്റവും വലിയ ഓണാഘോഷങ്ങൾ നടക്കുന്ന പ്രദേശമാണ് എൻ്റെ പ്രദേശം. അതായത് ആലപ്പുഴ ജില്ലയിലെ കാർത്തികപ്പള്ളി ഓണാട്ടുകര എന്നാണ് നമ്മുടെ പ്രദേശത്തിൻ്റെ പേര് തന്നെ. അപ്പോൾ അതിൽ തന്നെ എൻ്റെ പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ ചെറുതന പഞ്ചായത്താണ്. അപ്പോൾ ജലോത്സവങ്ങളാണ് നമ്മുടെ ഈ കേരളത്തിലെ പ്രശസ്തമായ എല്ലാ ചുണ്ടൻ വള്ളങ്ങളും എൻ്റെ അടുത്ത പ്രദേശത്തു നിന്നാണ് വരുന്നത്. ആനാരി, കാരിച്ചാൽ, ചെറുതന, ആയവറമ്പ് തുടങ്ങി എല്ലാ പ്രധാനപ്പെട്ട എല്ലാ ചുണ്ടൻ വള്ളങ്ങളും ഞങ്ങളുടെ ഈ കുട്ടനാട്, അപ്പർ കുട്ടനാട് മേഖലയിലാണ്. അപ്പോൾ നമ്മുടെ എല്ലാം ഈ ഓണത്തിൻ്റെ ഓർമ്മകൾ, ഇപ്പോൾ സാധാരണ ഈ ഊഞ്ഞാൽ അതുപോലുള്ള പൂക്കളം എന്നൊക്കെ പറഞ്ഞാൽ സാധാരണ ഇതിലുള്ള എല്ലാ വീടുകളിലും അങ്ങനെ ഒരു കാര്യമുണ്ട്. പക്ഷേ ഈ നമ്മുടെ ഓണത്തിൽ ചെറുപ്പം മുതലുള്ള ഏറ്റവും വലിയ ഒരു ക്രേസ് എന്ന് പറഞ്ഞാൽ വള്ളംകളിയാണ്. അപ്പം എൻ്റെ തൊട്ടടുത്താണ് അച്ചൻകോവിലാർ, പായിപ്പാട്ടാർ എന്നാണ് അതിന് നമ്മുടെ നാട്ടിലുള്ള പേര്. അച്ചൻകോവിലാറിന് പറഞ്ഞെങ്കിലും പായിപ്പാട്ടാർ എന്നാണ് പറയുന്നത്. ആർപ്പുവിളി അതാണ്. അപ്പോൾ ഈ ഓണത്തിൻ്റെ നമ്മൾ കാത്തിരിക്കുന്നത് ഈ വള്ളംകളിക്ക് പോകാനാണ്. ചെറുപ്പത്തിലെ ഏറ്റവും വലിയ ഹീറോസ് എന്ന് പറഞ്ഞാൽ ഈ ചുണ്ടൻവള്ളം തുഴയുന്നവരാണ്. അപ്പോൾ കൊച്ചിലെയുള്ള ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഈ ചുണ്ടൻവള്ളത്തിൻ്റെ അമരത്തിരിക്കുക എന്ന് പറഞ്ഞാൽ ഒന്നാം പങ്കായക്കാരൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ വലിയ ഹീറോയാണ്. അങ്ങനെ വളരെ പ്രശസ്തരായ ഒന്നാം പങ്കായക്കാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മുടെ ഒരു ചെറുപ്പത്തിൽ എന്ന് പറഞ്ഞാൽ അവിടെ 3 ദിവസം വള്ളംകളി, എല്ലാ സ്ഥലങ്ങളിലും ഒരു ദിവസമാണെങ്കിൽ ഇവിടെ 3 ദിവസത്തെ ഒരു ഒന്നാം പങ്കായക്കാരനാകാൻ ആഗ്രഹിച്ച ആളെയാണ് പിടിച്ച് മന്ത്രിയാക്കിയേക്കുന്നത്. ഓണം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതല്ലായിരുന്നു അന്നേ അമരത്താണ്. അതാണ് ഞങ്ങൾ പിന്നീട് അതാണ് ഞാൻ പറയാൻ അല്ല, അതൊക്കെ രസകരമായ കാര്യങ്ങളാണ്. അപ്പോൾ ഈ കൊച്ചുവള്ളങ്ങൾ എടുക്കും. അപ്പോൾ ഞങ്ങൾ ഈ തിരുവോണത്തിൻ്റെ അന്ന് ആദ്യം ഒരു ചടങ്ങൊക്കെയാണ് ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട ചടങ്ങ്. 2-ാം ദിവസം തിരുവോണം ഔട്ടത്തിൻ്റെ അന്ന് നമ്മൾ അവിടെ ചെറുവള്ളങ്ങളുടെ വള്ളംകളിയാണ്. 3-ാം ദിവസമാണ് മത്സര വള്ളംകളി ഈ പായിപ്പാട്ടാറ്റ് നടക്കുന്നത്. ഞങ്ങൾ ചെറുപ്പത്തിൽ ഈ വള്ളങ്ങൾ എടുക്കും, കൊച്ചുവള്ളം എടുക്കും. അപ്പോൾ അന്നത്തെ ഏറ്റവും വലിയൊരു ഹീറോയിസ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കുറേ പിള്ളേർ ചേർന്ന് വള്ളം എടുക്കുക, ധ്യാനത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും കുറുകെ പോവുക എന്ന് പറഞ്ഞാൽ അപ്പം നമ്മൾ ഈ നാട്ടുകാർ മുഴുവൻ നമ്മളെയാണ് ശ്രദ്ധിക്കുന്നതെന്നാണ് നമുക്ക് തോന്നുന്നത്. കൊച്ചിലെ ഒരു ഇതാണല്ലോ. അപ്പോൾ ഈ ചുണ്ടൻവള്ളത്തിൽ കയറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏറ്റവും ഹൈലി പ്രൊഫഷണൽ തുഴച്ചിക്കാർക്ക് ആ നാട്ടിലെ ഏറ്റവും വലിയ ഈ കരകൾ തമ്മിലുള്ള മത്സരമാണ്. അപ്പോൾ ആ നാട്ടിലെ ഏറ്റവും ആരോഗ്യമുള്ളവർ, ഏറ്റവും നല്ല തുഴച്ചിക്കാരെ മാത്രമേ ഈ ഇത് കിട്ടത്തുള്ളൂ, വള്ളത്തിൽ കയറത്തുള്ളൂ. അപ്പോൾ ട്രയലിൽ പങ്കെടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ വലിയ സംഭവമാണ്. അപ്പോൾ നമുക്ക് അതിനുള്ള അവസരം ഉണ്ടായില്ല. കാരണം നാട്ടിൽ നല്ല തുഴച്ചിക്കാർ വേറെ ഒത്തിരി പേരുണ്ട്. അപ്പോൾ ഞങ്ങൾ കുറച്ച് മുതിർന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളൊരു ചുണ്ടൻവള്ളം അങ്ങ് എടുത്തു.
ചുണ്ടൻവള്ളം വാടകയ്ക്ക് എടുക്കാൻ പറ്റും. ഈ അടുത്ത സ്ഥലങ്ങളിൽ നിന്ന് ഈ മത്സരത്തിന് വരാത്ത എൻ്റെ അച്ഛൻ്റെ അനുജനൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ചുണ്ടൻവള്ളം എടുത്തിട്ട് നമ്മുടെ ആഗ്രഹം തീർന്നു എന്ന് പറയുന്നത് അങ്ങനെ അന്ന് കയറി നിന്നു എന്നല്ലാതെ ഒരിക്കലും പ്രൊഫഷണലായി നമുക്ക് ഇതിലോട്ട് പോകാൻ പറ്റില്ല. അതായത് ഒന്നാം കൂമ്പുകാരൻ, ആദ്യത്തെ തുഴക്കാരൻ എന്ന് പറഞ്ഞാൽ ഒന്നാം കൂമ്പെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒന്നാമത്തെ തുഴക്കാരൻ്റെ തുഴയനുസരിച്ചാണ് ബാക്കിയുള്ള മുഴുവൻ ആളുകളുടെയും തുഴ വീഴേണ്ടത്. അപ്പോൾ ഇന്ന് ഒന്നാമത്തെ തുഴക്കാരൻ്റെ തുഴ തെറ്റിക്കഴിഞ്ഞാൽ ഈ തുഴകൾ തമ്മിൽ കൂട്ടിയിടിച്ച്, അല്ലെങ്കിൽ ഇടയ്ക്കിരിക്കുന്ന ഒരാൾക്കൊരു താളം തെറ്റിപ്പോയ തുഴ തമ്മിൽ കൂട്ടിയിടിച്ച് പ്രശ്നമാവും. അതെന്ന് പറയുന്നത് ഭയങ്കര വൈകാരിക പ്രശ്നമാണ്. വള്ളംകളിയിൽ എന്ന് പറഞ്ഞാൽ സംഘർഷങ്ങൾ വരെ എത്തും, വലിയ ഭയങ്കര ആവേശത്തിലും ആ ഒരു കരയുടെ സ്പിരിറ്റാണ്. അപ്പോൾ അത് അവിടെ ഇരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അപ്പോൾ ഏറ്റവും പ്രഗത്ഭനായ ഒരു തുഴച്ചിക്കാരനെ ഒന്നാം കൂമ്പ് പറ്റത്തുള്ളൂ. അമരത്തിരിക്കണമെന്ന് പറഞ്ഞാൽ അവിടുത്തെ ഏറ്റവും ക്ലാസ് ആളുകളാണ്. അപ്പം നമുക്ക് ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, നമുക്ക് ഒരിക്കലും പറ്റില്ല. ഒന്നാമത്തെ കാര്യം ഒന്നാം പങ്കായക്കാരനെ പറഞ്ഞാൽ അസാധ്യമായ ആരോഗ്യമുള്ളവർക്കേ പറ്റുള്ളൂ. അത് തെറ്റിച്ചാൽ പങ്കായിക്കൊണ്ട് വള്ളത്തിന്റെ ഡയറക്ഷനാണ് ഈ ഫസ്റ്റ് ഈ അമരക്കാരന്റെ തുഴയ്ക്കനുസരിച്ച് പങ്കായ എന്നാണ് പറയുന്നത്. അപ്പൊ ഈ പങ്കായ എറിയുന്നതനുസരിച്ച് വേണം വള്ളത്തിന്റെ ഡയറക്ഷൻ തീരുമാനിക്കപ്പെടുന്നത്. അപ്പോൾ ഭയങ്കര എക്സ്പെർട്ടൈസ് വേണ്ട ആളുകളാണ്. ഒന്നാം പങ്കായ കൂമ്പിലിരിക്കുന്ന ആളെ ഏറ്റവും വളഞ്ഞു അത്രയും ഫിറ്റ്നസ്, ഇത്രയും 1.5 കിലോമീറ്റർ പോകാൻ അത്രയും ഫിറ്റ്നസ് വേണം. അപ്പൊ അതൊക്കെയായിരുന്നു നമ്മുടെ ആഗ്രഹം. ഏറ്റവും ബാക്കി ചുണ്ടൻവള്ളത്തിന്റെ ഏറ്റവും മുകളിൽ നിൽക്കുന്ന ആളാണ് അമരക്കാരൻ, പങ്കായ എന്ന് പറയുന്നത്. കൂമ്പെന്ന് പറയുന്നത് ഏറ്റവും ഫ്രണ്ടിലാണ്. കൂമ്പത്തിരിക്കുന്ന ആളെന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ തുഴക്കാരനാണ്. അതും വളരെയധികം ഫിറ്റ്നസ് ആ തുഴയ്ക്കനുസരിച്ചാണ് ബാക്കിയുള്ള ആളുകളുടെ മുഴുവൻ തുഴ വീഴുന്നത്. ആ തുഴക്കാരനാണ് ഏറ്റവും യഥാർത്ഥത്തിൽ ഫിനിഷ് ചെയ്യും. ഈ ലോങ് ഫിനിഷൊക്കെ വരുമ്പോൾ ഈ തുഴ നീട്ടിയ ഫിനിഷ് ചെയ്യുമ്പോൾ അവിടുത്തെ ഏറ്റവും പ്രഗത്ഭരായ ആളുകൾ. അപ്പം നമ്മുടെ ആഗ്രഹങ്ങൾ അതായിരുന്നു. പക്ഷെ അത് പറ്റിയിട്ട് പിന്നെ ഞങ്ങൾ തന്നെ ചുണ്ടൻവള്ളം സ്വന്തമായിട്ട് വാടകയ്ക്ക് എടുത്ത് ഈ ആഗ്രഹങ്ങളൊക്കെ കയറി നിന്ന് നോക്കിയിട്ടെന്നല്ലാതെ പ്രൊഫഷണൽ വള്ളംകളിയിലോ മത്സര വള്ളംകളിയിലോ നമുക്ക് ഒരിക്കലും പോകാൻ പറ്റില്ല. അപ്പോൾ വള്ളംകളിയാണ് നമ്മുടെ ഒരു ഏറ്റവും വലിയൊരു ക്രൈസ് അന്നും ഒക്കെ തന്നെ. പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മുടെ ഓണത്തിലെ വീട്ടിലെ ഓർമ്മയെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇടയ്ക്ക് പറയണം, ഞങ്ങൾ കൂട്ടുകുടുംബത്തിലായിരുന്നു, എല്ലാവരും കൂടെ ഒരുമിച്ചാണ് താമസിച്ചിരുന്നത്. കഴിഞ്ഞാൽ 10ാം ക്ലാസ് വരെ അച്ഛൻ, അപ്പൂപ്പൻ, അമ്മൂമ്മ, പിന്നെ അച്ഛൻ്റെ അനുജന്മാർ, പിന്നെ എൻ്റെ അപ്പച്ചിമാർ, എൻ്റെ 4ാം ക്ലാസ്സൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരും ഉള്ള ഏറ്റവും കുടുംബത്തിലെ ഏറ്റവും മൂത്ത ആളായിരുന്നു അച്ഛൻ. മക്കളിൽ അതിലേറ്റവും മൂത്ത ആളാണ് ഞാൻ. അപ്പോൾ കുടുംബത്തിലെ ഏറ്റവും ഒരു മക്കളിൽ കൊച്ചുമക്കളിൽ ഏറ്റവും മൂത്ത ആളായിരുന്നു. ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്നാണ് അന്ന് ഈ തിരുവോണത്തിനൊക്കെ ഒരുമിച്ചാണ് ഭക്ഷണം കഴിക്കുക. അപ്പോൾ ഞാൻ എല്ലാവരും ഇങ്ങനെ ഒരുമിച്ചിരുന്നാണ് ഭക്ഷണം കഴിക്കുന്നത്. അപ്പോൾ 2-3 ദിവസം മുമ്പ് ഇനി ഉപ്പേരി വറുക്കുക അങ്ങനെയൊക്കെ വലിയൊരു മേളങ്ങളാണ്. അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അത് ഓർക്കുമ്പോൾ അത്രയും മനുഷ്യർ, അത്രയും ചിറ്റമ്മമാര്, അപ്പച്ചിമാര്, പിന്നെ അവരെല്ലാവരും അവരുടെ ഒരു വലിയ ഒരു സന്തോഷമായിരുന്നു. പിന്നീട് എല്ലാവരും ന്യൂക്ലിയർ ഫാമിലി ആയിട്ട് പിരിഞ്ഞ് അവരവരുടേതായ ഇതിലേക്ക് പോയി. അപ്പോൾ ഇപ്പോഴും ആ ഒരു ഓർമ്മകൾ വളരെ സന്തോഷം പകരുന്ന ഒരു കൂട്ടുകുടുംബത്തിന്റെ ഓർമ്മകളുണ്ട്. ഇനി പറഞ്ഞ വള്ളംകളി, ഞങ്ങളുടെ പ്രദേശം എന്ന് പറഞ്ഞാൽ തന്നെ ഈ പറഞ്ഞ ഓണാട്ടുകര, ഓണനാട്ടുകര എന്നുള്ളൊരു പ്രയോഗം. തീർച്ചയായിട്ടും. അപ്പൊ അവിടെ തൂക്കി ഓണം, അവിടെ തൂക്കി ഓണാട്ടുകരക്കാര് തൂക്കി. ആ പേരും ഇതൊന്നായിട്ടൊരു ബന്ധമായിട്ടില്ല, പുള്ളി അത് പ്രാസോപിച്ച് പിടിച്ചതാ. ആ പേര് സ്ഥലമായിട്ട് ബന്ധമൊന്നുമില്ല. നമുക്കങ്ങനെ സ്ഥലപ്പേരില്ലാതെ പോയി. ഓടൽനാട് എന്ന് പറഞ്ഞ അതിനൊരു പഴയ ചരിത്രം വെച്ച് കായംകുളം ആ പ്രദേശത്തിന് ഓടൽനാട് എന്നൊരു പേര് ഉണ്ട് എന്നൊരു. ഓടൽ എന്ന് പറഞ്ഞാൽ ഈ സ്ഥലനാമ ചരിത്രം പരിശോധിക്കുമ്പോൾ ഞങ്ങൾ ഓണനാട്ടുകാര എന്നും പറയാറുണ്ട്. പക്ഷെ ഈ മുളന്തണ്ടിനെയാണ് ഓടൽ എന്ന് പറയാറുണ്ട്. അങ്ങനെ ഒരു പറച്ചിലുണ്ട്. അപ്പൊ ഈ ഓടൽ നാട്ടുകാർ അങ്ങനെ വന്നതാണെന്നും സ്ഥലചരിത്രകാരന്മാർ പറയുന്നുണ്ട്. ഇഷ്ടം ഓണാട്ടുകാരെയാണ്. ഞങ്ങളൊക്കെ ഓണം കയറാൻ പോലെ ഓണം കയറാൻ പോലെ ഒരു ബന്ധമുണ്ട്. അതെ. അല്ല, അപ്പൊ നമുക്ക് ലിജു സാറിന് എന്തായാലും അമരത്തിരിക്കാനുള്ള പ്രൊഫഷണൽ ആഗ്രഹം സാധിക്കാൻ പറ്റാത്തതിന് ലിജു സാർ നമുക്കൊരു വള്ളംകളി പാട്ട് ഡെഡിക്കേറ്റ് ചെയ്താലോ? വിഷ്ണു സാറിന്റെ വക. വായിപ്പാട്ടാറ്റില് വള്ളംകളി പമ്പാ നദി തീരത്ത് ആർപ്പുവിളി അത്രയും മതി. ഫിനിഷിംഗ് ഇല്ല. ഇതൊക്കെ ഇവരുടെ കരകളാ. കാരിച്ചാൽ ചുണ്ടനും മാനാരി ചുണ്ടനും കാവാലൻ ചുണ്ടൻ. പക്ഷേ കുട്ടനാടിലാണ് കാരിച്ചാല്, പിന്നെ ആയാപുറം, പാണ്ടി, കരുവാറ്റ, വെള്ളംകുളങ്ങര, ഇതെല്ലാം നമ്മുടെ ഗണേശ്. അപ്പൊ ഈ മന്ത്രിസഭയിലെ കൂട്ടത്തില് ബേബി എന്നുള്ളൊരു പരിഗണന ജനീസ് സാർ നിങ്ങളെല്ലാവരും കൊടുക്കാറുണ്ടോ? പിന്നെ നിയമസഭയിലൊക്കെ ഞാൻ പ്രത്യേകം പരിഗണന. അതെന്ത് പരിഗണന? അല്ല, അങ്ങനെയല്ല. ചിലപ്പോൾ ജിനീഷ് ആരെങ്കിലും ഒക്കെ വിസിറ്റേഴ്സ് വരുമ്പോൾ അങ്ങോട്ട് പോകും.
അല്ലാതെ ഒരു ദിവസം പെട്ടെന്ന് വിസിറ്റേഴ്സ് വന്നപ്പോൾ ഞാൻ പോയി. അപ്പോൾ സഭയിൽ പിന്നെ മേശപ്പുറത്ത് വെക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പോകുന്ന നേരത്തെ എൻ്റെ കൂടെ പിന്നെ സ്റ്റാഫ് വന്നപ്പോൾ എടുത്തു കൊടുത്ത ഫയലിൽ അതുകൂടി എടുത്ത് കൊടുത്തു വിട്ടു. എല്ലാം കൊണ്ടുപോയി. വയ്ക്കാനും ഒന്നുമില്ല. അല്ല വെക്കാൻ അവിടെ ലേ ചെയ്യണം. അപ്പം നോക്കുമ്പോൾ അവിടുന്ന് സ്പീക്കർ വിളിച്ചു ഇത് ലേ ചെയ്യാൻ. ഇത് പരസ്യമായിട്ട് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എന്തായാലും അത് ലേ ചെയ്യാനുള്ള പേപ്പർ അബദ്ധവശാൽ എടുത്തിട്ട് പോയി. അത് പിന്നെ അവർ കൊണ്ടുപോയപ്പോൾ ഫയലൊന്നും അപ്പൊ ഇത് നമ്മൾ നമ്പർ അടക്കം പറയണല്ലോ. അപ്പൊ ഞാൻ നോക്കിയപ്പോ എനിക്ക് എന്റെ തൊട്ടടുത്താണ് ജിനീഷ് ഇരിക്കുന്നത്. അപ്പൊ ജിനീഷ് ഇരിക്കുമ്പം ഞാനല്ലേ തൊട്ടടുത്ത്. അപ്പോഴേക്കും സാധനം കൊണ്ടുവന്ന് കൊടുത്തു. അപ്പൊ എനിക്കിത് ഏത് നമ്പറാണ് ലേ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. കാരണം ഇവിടെ ഫയല് കാണുന്നില്ലല്ലോ. അപ്പം ഞാൻ സ്പീക്കർ വിളിക്കുകയും ചെയ്തു. അപ്പം ജനീഷ് നമ്മുടെ അനിയനല്ലേ, അപ്പം നമുക്ക് അത് പറയും വേണം. അപ്പം ഞാൻ മേൽപ്പറഞ്ഞ എല്ലാ ഫയലുകളും ലേ ചെയ്യുന്നു. സുരാജ് കൂടെ സിനിമയിൽ പ്രസംഗിക്കുന്നില്ലേ, ഇത് വളരെ നല്ലൊരു ഇതാണ് എന്ന് പറയുന്ന പോലെ മേൽപ്പറഞ്ഞ പ്രകാരം മേൽപ്പറഞ്ഞ എല്ലാം ഞാൻ ലേ ചെയ്യുന്നു എന്ന് പിന്നെ വന്നിട്ട് ഞാൻ പക്ഷേ ടി വിയിൽ കണ്ടിട്ട് ഞാൻ ഓടി കിടച്ച് റൂമിൽ ഞാൻ കണ്ടു എൻ്റെ പേര് വിളിക്കുന്ന എല്ലാവരും നോക്കുന്നു. അല്ല ഞാൻ കിടന്ന് ഇവിടെ തപ്പ് കിടന്നിട്ട് എവിടെ ഇരിക്കണമെന്ന് ഞാൻ പിന്നെ വിളിച്ചു വെച്ചപ്പോൾ പറഞ്ഞു കയ്യിലുണ്ട് കൊണ്ടുവന്നു. അതെല്ലേ, എനിക്കത് നിങ്ങൾ സംസാരിക്കുക ഭയങ്കര ഒരു ടീം സ്പിരിറ്റ് ഭയങ്കരമായിട്ടൊരു മന്ത്രിസഭയുടെ ഭാഗമാണ്. ഒരു ടീം UDF അല്ലേ, ടീം UDF സ്പിരിറ്റ് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. അപ്പൊ എല്ലാ കാര്യങ്ങളിലും ഇങ്ങനെ തന്നെയാണോ? പരസ്പരം എല്ലാവരും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്, വ്യക്തിബന്ധങ്ങളൊക്കെ എല്ലാവരും നന്നായി സൂക്ഷിക്കുന്ന ഒരുപാട് വർഷങ്ങളായിട്ട് ഒരുമിച്ച് വർക്ക് ചെയ്തിട്ട് മന്ത്രിമാരായിട്ട് മാത്രം ഒരുമിച്ച് വന്നൊന്നുള്ളതല്ലേ. ഞാൻ ലിജു ഒരുമിച്ച് കോളേജിൽ പഠിച്ചതാണ്, KSUവിൽ ഒരുമിച്ചായിരുന്നു, യൂത്ത് കോൺഗ്രസിൽ ഒരുമിച്ചായിരുന്നു. രണ്ടുപേരും തമ്മിലൊരു ചെറിയൊരു മത്സരമൊക്കെ ഉണ്ടായിരുന്നല്ലോ. അങ്ങനെ ഒരു സംഘടനാപരമായിട്ട് ഇലക്ഷന് മത്സരിച്ചാണ്. സംഘടന ഇലക്ഷന് മത്സരിച്ചാലും തീർന്നു. പിന്നെ ഞങ്ങള് KSUവിലായിരുന്ന കാലത്ത് മഹിളാ കോൺഗ്രസ് നേതാക്കന്മാരാണ്. തുളസി മിനിസ്റ്റർ അതിനു മുമ്പ് തന്നെ ഇലക്ഷന് മത്സരിച്ചു, പാർലമെന്റിൽ മത്സരിച്ചു, പിന്നെ അസംബ്ലിയിൽ മത്സരിച്ചു. പിന്നെ കോളേജിൽ പ്രിൻസിപ്പൽ ആയിരുന്നപ്പോൾ ഞാൻ അവിടെ കോളേജിൽ യൂണിയൻ ഇനാഗുറേഷൻ ചെയ്യാൻ പോയിട്ടുണ്ട്. അന്ന് ടീച്ചർ പ്രിൻസിപ്പലാണ് അവിടെ. അപ്പൊ പിന്നെ ശ്രീകണ്ഠൻ ചേട്ടൻ, തുളസി മിനിസ്റ്ററൊക്കെ ഞങ്ങളുടെ കുടുംബമാണ്. പുള്ളീന് KSU, ഞങ്ങളുടെ മുമ്പിലത്തെ KSU പുള്ളി. ഞങ്ങളൊക്കെ കോളേജ് പഠിക്കുമ്പോഴത്തെ KSUവിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആണ് പുള്ളി. അന്നത്തെ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് മെമ്പറാണ് ബിന്ദു മിനിസ്റ്റർ. പിന്നെ ഞങ്ങള് താഴത്തിൽ നിന്നും ഞങ്ങള് കൈപിടിച്ച് വളർത്തിക്കൊണ്ടുവന്ന അപ്പൊ ഇതെല്ലാം എങ്ങനെ പോയാലും ഏറ്റവും കുറഞ്ഞ കാലത്തെ ഒരു സംഘടനാപരമായ സഹകരണമുള്ളത് ജനീഷുമായിട്ടാണ്. ഒരു 10-12 വർഷം. ബാക്കി എല്ലാവരുമായിട്ടും ഒരു 10-30 വർഷം ഞങ്ങൾ ഒരുമിച്ച്, പ്രായമൊന്നുമില്ലെങ്കിലും 30 വർഷമായിട്ടൊക്കെ ഒരുമിച്ചുണ്ട്. ഞങ്ങൾ കാണുന്നത് അന്ന് വിഷ്ണുവിന്റെ സംസ്ഥാന പ്രസിഡന്റാണ് ഞങ്ങൾ. പിന്നെ യൂത്ത് കോൺഗ്രസ് ലീജുവിന്റെ സംസ്ഥാന പ്രസിഡന്റ്. അപ്പൊ ആ ഒരു ഇവരെല്ലാവരും എസ്റ്റാബ്ലിഷ്ഡ് ആയതിനു ശേഷമാണ് ഞങ്ങളൊക്കെ പരിചയപ്പെടുന്നത്. വിഷ്ണു LLBക്ക് അവിടെ. അപ്പൊ അങ്ങനത്തെ ആ ഒരു ഒരുപാട് വർഷങ്ങളായിട്ട് ഒരുമിച്ച് നടന്ന ഒരു അടുപ്പം ഞങ്ങൾക്കെല്ലാം തമ്മിൽ ഉണ്ട്. ഒരു ഫാമിലി പോലെയാണ്. മാം, അപ്പോൾ ഇത്തവണ ഓണത്തിന് എന്താണ് നമ്മുടെ മലയാളികൾക്ക് വകുപ്പ് എന്താണ് ഓണസമ്മാനമായിട്ട് കൊടുക്കുന്നത്? UDF സർക്കാർ മൊത്തത്തിൽ എല്ലാ അർത്ഥത്തിലും ഇപ്പം പ്രത്യേകിച്ച് വിപണിയിൽ ഇടപെടാനും ആളുകൾക്ക് ഏറ്റവും കുറഞ്ഞ വില നിലവാരത്തിൽ ഏറ്റവും ഗുണമേന്മയുള്ള സാധനങ്ങൾ കിട്ടാനും വിവിധ വകുപ്പുകളുടെ കോർഡിനേഷൻ നന്നായിട്ട് നടന്നൊരു വർഷമാണിത്. ഇപ്പം ഞാൻ നേതൃത്വം കൊടുക്കുന്ന വകുപ്പ് 60 വയസ്സ് കഴിഞ്ഞ ആദിവാസി ഗോത്ര വിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ട് ഓണക്കോടി സമ്മാനമായിട്ട് കൊടുക്കുന്നുണ്ട്. നേരത്തെ UDF സർക്കാർ അത് കൊടുത്തുകൊണ്ടിരുന്നതാണ്, ഓണക്കോടി സ്നേഹക്കോടി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് അത് പണമായിട്ട് കൊടുക്കാൻ 1000 രൂപ ആളുകൾക്ക് പണമായിട്ട് കൊടുക്കാൻ തുടങ്ങി. അപ്പം നമ്മൾ ഓരോ ഊരിൽ പോകുമ്പോഴും ആളുകൾ നമ്മളോട് പറഞ്ഞത് ഓണത്തിന് ഓണക്കോടി തന്നെ സമ്മാനം കിട്ടുന്നതാണ് സന്തോഷം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രാവശ്യം വീണ്ടും ഓണക്കോടി കൊടുക്കാനായിട്ട് തീരുമാനിച്ചു. അപ്പോൾ അതിന് വേണ്ട കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം 23-ാം തീയതി അട്ടപ്പാടിയിൽ വെച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഓൺലൈനായിട്ട്, അന്ന് അദ്ദേഹം മണ്ഡലത്തിലാണ്, അപ്പം നേരിട്ട് വരാൻ കഴിയില്ല, അപ്പോൾ ഓൺലൈനായിട്ട് ഉദ്ഘാടനം ചെയ്യും. അപ്പം ഞാനും ഷംസുദ്ദീൻ മിനിസ്റ്ററും അതിൽ പങ്കെടുക്കുന്ന തരത്തിലേക്ക് ആ പരിപാടി ആസൂത്രണം ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ജെനി സാർ, ഇത്തവണ ഓണത്തിന് പറ്റില്ല, നമുക്ക് അടുത്ത ഓണത്തിന് ഏതെങ്കിലും കായിക താരങ്ങളെ കൊണ്ടുവരാനൊക്കെ ആലോചിക്കുന്നുണ്ടോ? കായിക താരങ്ങൾ എങ്ങനെ? മെസ്സി അല്ലാതെ മറ്റാരെങ്കിലും? ഇത്തവണ ഓണത്തിന് കായിക താരങ്ങൾക്ക് ഒരു ഇൻസ്പയറിംഗ് ആയിട്ടൊരു തീരുമാനം ഗവൺമെൻറ് എടുത്തിട്ടുണ്ട്. നമ്മൾ
ഒരു പ്രൊപ്പോസൽ വെച്ച് ഗവൺമെൻറ് അംഗീകരിച്ചത് കായിക താരങ്ങൾക്ക് കൊടുത്ത പാരിതോഷികം മുൻകാലങ്ങളിലെ ഉള്ളതിനേക്കാൾ ഡബിളാക്കി കൊടുത്തു. കോമൺവെൽത്ത് ഗെയിംസിൻ്റെ ഏഷ്യൻ ഗെയിംസിൻ്റെ ഒക്കെ പങ്കെടുത്ത് 10 ലക്ഷം കൊടുത്തിരുന്നിടത്ത് 5 ലക്ഷം കൊടുത്തിരുന്നത് 20ഉം 10 പിന്നെ കോച്ചുമാർക്ക് കൊടുത്തു, മത്സരത്തിന്റെ ഫൈനലിസ്റ്റുകളായ ആളുകൾ കൊടുത്തു. അങ്ങനെ ഒരു 1 കോടി രൂപയുടെ താഴെയുള്ള പാരിതോഷികം കൊടുത്തു. എല്ലാവരും തമിഴ്നാടും മറ്റ് സംസ്ഥാനങ്ങളൊക്കെ കൊടുത്താണ് വലിയ രീതിയിൽ വാർത്തയാക്കിയത്. പക്ഷെ നമ്മൾ കുറച്ച് സമയം കഴിഞ്ഞിട്ട് അവർ കൊടുത്ത അതേ താരിഫിന് ഇവിടെയും കൊടുത്തു. അതേ എമൗണ്ട് തന്നെ. അത് പക്ഷേ അധികം എനിക്ക് തോന്നുന്നു പിന്നെ ആദ്യ ദിവസങ്ങളിൽ തമിഴ്നാട് കൊടുത്തതിനെ പറ്റി വാർത്തയാക്കിയതുപോലെ മറ്റു രീതിയിൽ നെഗറ്റീവ്സ് നിങ്ങൾക്ക് വേണ്ടു. സ്പീക്കർ നമുക്ക് ഓണക്കോടി തന്നിട്ടുണ്ട്. സ്പീക്കർ ഓണക്കോടിയൊക്കെ തന്നു. അതെ. അല്ല ലിജു സാർ എന്താണ് ഇത്തവണ എക്സൈസ് വകുപ്പ് എന്താണ് ആർക്കും ഒരു കുറവില്ലാതെ എക്സൈസ് വകുപ്പ് ഓണത്തിന് 2 ദിവസം കഴിഞ്ഞ പത്രത്തില് ന്യൂസ് ഏറ്റവും കൂടുതൽ അത് ഞങ്ങൾ കൊല്ലക്കാർ കൊടുക്കാറില്ല. പതിവ് കടത്തിവിട്ടാറുണ്ടെന്ന് വാർത്തകളിൽ കാണാറുണ്ട്. ഈ ഒരു മത്സരം നല്ലതാണെന്നാണ് എക്സൈസ് വകുപ്പ് പറയുന്നത്. ശാന്തമായും സമാധാനമായും കടന്നു പോകുന്ന ഓണത്തെ സജീവമാക്കുന്ന വകുപ്പിന്റെ മന്ത്രിയാണ്. അത് വലിയ രസമാണ് അവർ പാട്ട് പാടുമ്പോഴും അല്ലേ. ഞാൻ കരയോം പ്രസിഡന്റ് മാത്രം ഒരു സിനിമാ നടൻ കൂടിയാണ് പറഞ്ഞതുപോലെ സഹകരണ മന്ത്രി കൂടിയാണ്. ഒരുപാട് ആശ്വാസങ്ങൾ കൊടുക്കുന്ന വകുപ്പാണ്. നിലവിൽ നമ്മൾ വലിയ വൺ ടൈം സെറ്റിൽമെന്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല വലിയ തോതിൽ പലിശയൊക്കെ ഒരു 50% 100% വരെ പലിശയും പിഴപ്പലിശയൊക്കെ ഒഴിവാക്കുന്ന ആശ്വാസം എന്നൊരു പദ്ധതി നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ജനങ്ങൾക്ക് ഒത്തിരി അത് പ്രയോജനപ്രദമായ കാര്യമാണ്. കൂടാതെ വിപണിയിൽ ജീവനക്കാർക്ക് നമ്മൾ സാധാരണ ജീവനക്കാർക്കും ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്, പെൻഷൻകാർക്ക്. കൂടാതെ വിപണിയിൽ ഇടപെടുന്ന ഒരു പ്രധാനപ്പെട്ട ഓർഗനൈസേഷൻ കൺസ്യൂമർ ഫെഡാണ്. അപ്പോൾ 2000-ഓളം ഓണച്ചന്തകൾ നമ്മളിപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞു. പൊതുവിപണിയേക്കാൾ 13 ഇനങ്ങളിൽ സബ്സിഡി ഇനങ്ങളാണ്. മറ്റ് നോൺ സബ്സിഡി ഇനങ്ങളിലും വലിയ വിലക്കുറവുണ്ട്. അപ്പോൾ അത്തരം ഓണച്ചന്തകൾ സംസ്ഥാനത്താകമാനം നടന്നുകൊണ്ടിരിക്കുകയാണ്. എക്സൈസ് വകുപ്പിനെ സംബന്ധിച്ച് നമ്മൾ പിന്നെ വ്യാജമദ്യം ഒഴുകാതിരിക്കാനുള്ള നടപടികളാണ് സ്വീകരിക്കുന്നത്. അപ്പോൾ അല്ലാതുള്ള മദ്യം കൃത്യമായി ഗവൺമെൻറ് ഓണർഷിപ്പിലുള്ള ജവാൻ പോലെയുള്ള കാര്യങ്ങളുമൊക്കെ തന്നെ മുടങ്ങാതെ എത്തിക്കാനൊരു സംവിധാനം ചെയ്യുന്നുണ്ട്. കൂടാതെ ശക്തമായ പരിശോധനകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഇപ്പം തന്നെ ഒരു 10,000 ലിറ്ററോളം സ്പിരിറ്റൊക്കെ തന്നെ വ്യാജമദ്യശാലകൾ റെയ്ഡ് ചെയ്ത് പിടിച്ചിട്ടുണ്ട്, സ്പിരിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ റെസ്പോൺസിബിൾ ഡ്രിങ്കിങ്ങിന് ആവശ്യമായ കാര്യങ്ങൾ നമ്മൾ ഉത്തരവാദിത്ത ടൂറിസം ആദ്യമായിട്ട് കേൾക്കാണ്. ഞങ്ങളെ ഡിപ്പാർട്ട്മെന്റ് പ്രധാന പ്രോഡക്റ്റ് ആണ് റെസ്പോൺസിബിൾ ടൂറിസം. മദ്യപാനം നമ്മുടെ സർക്കാരിന്റെ നയം തന്നെ അതാണ്, സോഷ്യൽ റെസ്പോൺസിബിൾ ഡ്രിങ്കിങ്. നല്ലത് വാങ്ങി കഴിക്കും. അതാണ് നല്ലത് വാങ്ങി കഴിക്കും. കുടിക്കുന്നെങ്കിൽ നല്ലതായിരിക്കണം. അത് ആരോഗ്യപരമായി നമുക്ക് എന്തായാലും തടഞ്ഞു നിർത്താൻ പറ്റില്ല. അപ്പൊ പിന്നെ നല്ലത് വാങ്ങി കഴിക്കും. കൊള്ളാം. ശരിക്കും പറഞ്ഞാൽ അതിനകത്തൊരു വിരോധാഭാസം ഇല്ലേ? നമ്മൾ ഒരു വശത്ത് ലഹരി നല്ലതല്ല, അതിനെ ചെറുക്കണം, പ്രതിരോധിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് മറുവശത്ത് സർക്കാർ തന്നെ ഈ ബിസിനസ് നടത്തുന്ന ഒരു വലിയ വിരോധാഭാസം അല്ലേ? അങ്ങനെയല്ല. നമുക്ക് ലോകത്തിലെ ലോക ചരിത്രം തന്നെ പരിശോധിച്ചാൽ തന്നെ മദ്യ വിപണനം എന്നത് ഗവൺമെൻറ്റുകളുടെ ഉത്തരവാദിത്തമായിട്ടേ ചെയ്തിട്ടുള്ളൂ. കാരണം ഉത്തരവാദിത്തമുള്ള ഭരണകൂടങ്ങൾ. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് പൂർണ്ണമായി ലഹരി മുക്തമായ ഒരു സമൂഹത്തിൽ ഒരു ഐഡിയൽ, ഒരു ഉട്ടോപ്യൻ ലോകത്തിലെവിടെയും അങ്ങനെ ഒരു ഐഡിയൽ സ്റ്റേറ്റ് കണ്ടിട്ടില്ല, നമ്മളങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും. അപ്പോൾ കൊടുക്കാവുന്നത് ഏറ്റവും ഒരു മിതമായ തരത്തിൽ, അല്ലെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞ പദമാണ് റെസ്പോൺസിബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ലിക്വർ എന്നുള്ളതാണ് നടക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതല്ലെങ്കിൽ സംഭവിക്കുന്നത് ഇല്ലിസിറ്റ് ലിക്വർ ആയിരിക്കും വരാൻ പോകുന്നത്. വ്യാജമദ്യം പെരുകും, അത്തരത്തിലുള്ള വിതരണം വ്യക്തികൾ അതിനെ ഏറ്റെടുക്കും. കാരണം അത് ധനസമ്പാദന മാർഗമാണല്ലോ. ഗവൺമെൻറ്റിന് അതിന് ഏറ്റവും വലിയ റവന്യൂ ജനറേഷൻ എന്ന് പറഞ്ഞാൽ സർക്കാരിന് മാത്രമല്ല റവന്യൂ ഉണ്ടാക്കാൻ പറ്റുന്നത്, വ്യക്തികൾക്കും പറ്റും അത് ഏറ്റെടുത്താൽ. അപ്പോൾ അതുകൊണ്ട് ലോകത്താകുമ്പോൾ ഒരു മാർഗം അതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളതിനെ ചാനലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും നന്നായി. അതാണ് മദ്യവർജനത്തിലേക്ക് എത്താൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ. അപ്പോൾ അത് എക്സൈസ് വകുപ്പുകാർക്ക് നടത്തുന്നത് മദ്യ വിപണനം മാത്രമല്ല, അതിനെതിരെയുള്ള പ്രവർത്തനങ്ങളും നിരവധി നടക്കുന്നുണ്ട്. ഇപ്പം മുക്തി, മയങ്ങില്ല കേരളം നമ്മുടെ ഒരു ക്യാമ്പയിൻ, അവയർനെസ് പ്രോഗ്രാമുകൾ 14 ജില്ലയിലും ഡി അഡിക്ഷൻ സെൻ്ററുകളുണ്ട്. അതിപ്പോൾ നമ്മളെല്ലാ 77 താലൂക്കിലേക്കും വ്യാപിപ്പിക്കാനുള്ള ശ്രമത്തിലാണ്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഒത്തിരി ഉണ്ട്. അപ്പോൾ ഓണത്തെ പറ്റി പറയുമ്പോൾ ഓണസദ്യ ഇല്ലാതെ എങ്ങനെയാ പോകുന്നത്? അപ്പോൾ ഓണസദ്യ ഒരുക്കാൻ ഇത് കൂട്ടത്തിൽ ആർക്കാണ് അത്രയും എടുക്കും?
അപ്പോൾ ബിന്ദു മാമിനാണെങ്കിലും വിഷ്ണു സാറിനാണെങ്കിലും സദ്യ ഒരുക്കാൻ കുക്കിംഗ് ഇഷ്ടമാണോ? ലിജു സാറിന് ഇഷ്ടമാണോ കുക്കിംഗ്? എനിക്ക് അറിയില്ലെന്നുള്ളത് അറിയാത്തോണ്ട് ചെയ്യത്തില്ല എന്നുള്ളത്. ഈ കുക്ക് ചെയ്യുന്ന പ്രോഡക്റ്റിനോട് വളരെ ഇഷ്ടമാണ്. പക്ഷെ കുക്കിങ്ങിന് തന്നിട്ടില്ല. പക്ഷെ ചെറിയ ചെറിയ കാര്യങ്ങളുണ്ടല്ലോ, ഇപ്പം ഈ തേങ്ങ തിരുമുക, അപ്പോൾ ഈ ചെറിയ തേങ്ങ തിരുമുക അല്ലെന്നുണ്ടെങ്കിൽ അത്രയൊക്കെ ചെയ്ത് കൊടുക്കാറുണ്ട്. ഇപ്പം വീട്ടില് കഴിഞ്ഞിട്ട് വരുവാന്ന് വീട്ടിലുള്ളവർ കാണുമെന്നുള്ളതുകൊണ്ട് അല്ലെ നിങ്ങൾക്ക് കളം പറയായിരുന്നു. കുടുംബത്തിലെ ഇങ്ങനെ കുടുംബത്തിലായിരിക്കുമ്പോഴും അച്ഛനും അമ്മയൊക്കെ ഉള്ളു, അവരെ അങ്ങനെ ആയിരിക്കുമ്പോഴും നമുക്കധികം എല്ലാവരും പോകാറുണ്ട്. പിന്നെ ഞാനും വൈഫും കുട്ടികളും മാത്രം താമസിച്ച സമയത്ത്, എറണാകുളത്തേക്ക് മാറി നിന്ന സമയത്ത് കൂടുതൽ ഹെൽപ്പ് ചെയ്യേണ്ടി വരുന്നുണ്ട്. സ്വാഭാവികമായും നമ്മള് അല്ലാതെ എന്തെങ്കിലും സ്വന്തമായിട്ടൊന്ന് ശ്രമിച്ചു നോക്കിയോ ചെയ്യാൻ? അങ്ങനെ ഇതുവരെ ചെയ്തിട്ടില്ല. ഒന്നാമത്തെ കാര്യം, ഞങ്ങളെല്ലാം ചെറുപ്പം മുതല് അങ്ങനെ ഒരു ഇപ്പം കോളേജ് പഠിക്കുന്ന സമയത്ത് നമ്മൾ ഹോസ്റ്റലിൽ ഡിഗ്രി ആകുമ്പോൾ നാട്ടിലാണ്. അതിന് പിന്നെ തിരുവനന്തപുരത്ത് പഠിക്കാൻ വന്നപ്പോൾ ഹോസ്റ്റൽ മെസ്സ്, പിന്നെ അതൊരു വേറൊരു സിസ്റ്റമാണ്. പിന്നെ അങ്ങനെ നമ്മളൊരു സ്ഥലത്ത് അങ്ങനെ നിൽക്കുന്നില്ലല്ലോ. പിന്നെ ഒത്തിരി വർഷങ്ങൾ യഥാർത്ഥത്തിൽ ലിജുവിനെ കൂടെ ഹോട്ടലിൽ കഴിക്കാൻ പോകുന്ന രസമാണ്. ലിജുവിൻ്റെ കൂടെ ഞങ്ങൾ കഴിക്കാൻ പോകുമ്പോൾ കൂടെ വരുമല്ലോ. അപ്പോൾ ഞങ്ങൾ ഓർഡർ ചെയ്യാൻ പറയാം, ഞാൻ ഹോസ്റ്റലിൽ നിന്ന് കഴിച്ചിട്ടാണ്. ഞങ്ങൾ ഓർഡർ ചെയ്യുന്ന മുഴുവൻ പുള്ളി എടുത്ത് കഴിക്കും. ഞങ്ങളുടെ മര്യാദക്ക് തന്നോട് ചോദിച്ചില്ലേ എന്തെങ്കിലും വേണോ, അത് ഓർഡർ ചെയ്ത് കഴിച്ചാൽ ഏറ്റവും നന്നായി ഭക്ഷണം, എനിക്ക് തോന്നുന്നു ഭക്ഷണം കഴിക്കുകയും ഭക്ഷണം ആസ്വദിക്കുകയും ചെയ്തിട്ടുള്ള ഒരാൾ ഞാനാണ് ഇവരെല്ലാം കൊണ്ട് ചെറുപ്പത്തിൽ. എന്നാൽ ഒന്നാമത് പരമാവധി ഭക്ഷണം ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും കൂടുതലാണ്. പക്ഷെ ഞാൻ പിന്നെ ആയപ്പോൾ അതങ്ങ് വളരെ റെഡ്യൂസ് ചെയ്തു. വീട്ടിലെ സദ്യയിൽ സാധാരണ ഈ നേരത്തെ ജനീഷാണോ ലിജു മിനിസ്റ്ററോ പറഞ്ഞല്ലോ, ഈ നേരത്തെ പലഹാരങ്ങൾ ബിന്ദു മിനിസ്റ്ററും പറഞ്ഞു വീട്ടിലെല്ലാം നേരത്തെ ഇട്ട് വെക്കും. കുറേ സാധനങ്ങളുണ്ടല്ലോ. അപ്പൊ ഉപ്പേരി ഉണ്ടാവും, ശർക്കര വരട്ടി ഉണ്ടാകും, അച്ചപ്പം ഉണ്ടാകും, കുഴലപ്പം ഉണ്ടാകും, പിന്നെ ഒരു തരം ഒരു ഉണ്ടാണ് സാധനം ഉണ്ട. എന്തോ ഒരു അല്ല മധുരം ഇല്ലാത്തൊരു ഉണ്ടയുണ്ട്. അതിന് പല സ്ഥലത്തും പല പേരുകൾ അറിയപ്പെടുന്ന ഒരു ഉണ്ടയാണ്. കളിയോടക്ക. അപ്പൊ അത് പക്ഷെ എൻ്റെ വീട്ടിൽ ഇതെല്ലാം ചെയ്യും. പക്ഷെ ഈ ശർക്കര വരട്ടി ഉണ്ടാക്കുന്നത് മാത്രം അച്ഛൻ വരുന്നവരെ വെയിറ്റ് ചെയ്യും. അച്ഛനാണ് ശർക്കര വരട്ടി ഉണ്ടാക്കുന്നത്. അത് ഈ ശർക്കര വരട്ടിയുടെ ഒരു പാവുണ്ട്, ശർക്കരയുടെ. ഈ പാവ് കറക്റ്റ് ആയില്ലെങ്കിൽ ഇത് ഒട്ടി ശർക്കര കറക്റ്റായിട്ട് ഇതിനകത്ത് ചേരില്ല. ഈ കായയുടെ ആ പാവ് കറക്റ്റ് ആവുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അച്ഛൻ ആ പാവിന്റെ കറക്റ്റ് അറിയാം. അതുകൊണ്ട് ബാക്കിയെല്ലാം ഉണ്ടാക്കിയിട്ടിട്ട് ഉത്തരാടത്തിൻ്റെ അച്ഛനെ വെയിറ്റ് ചെയ്തിരിക്കും. അച്ഛൻ വന്നിട്ടാണ് ഈ ശർക്കര വരട്ടി ഉണ്ടാക്കുന്നത്. അച്ഛന്റെ ആ പാചക നൈപുണ്യം ഇത്തിരി പോലും ഇങ്ങോട്ട് കിട്ടിയില്ലേ? അത് മാത്രം കിട്ടിയില്ല. അതിരിക്കട്ടെ, ജെനി സാർ എന്താണ് കുക്കിങ്ങിൽ അറിയാവുന്ന കാര്യം? ഒരു സദ്യയിൽ ഏതെങ്കിലും ഒരു വിഭവം ഉണ്ടാക്കാൻ ആവശ്യപ്പെട്ട പറ്റുമോ? പറ്റില്ല. അല്ലാതെ പിന്നെ ഓംലെറ്റ് ഉണ്ടാക്കും, പരിപ്പ് കറി വയ്ക്കും. പിന്നെ കോളേജ് പഠിക്കുന്ന സമയത്ത് ഞങ്ങളെല്ലാം കൊണ്ട് വീട് വാടകയ്ക്കെടുത്ത് താമസിക്കുകയാണ്. അപ്പം ഞങ്ങളുടെ പ്രധാന പരിപാടി കുക്കറിൽ അരിയിടുമ്പോൾ തന്നെ കുറച്ച് പരിപ്പോ അല്ലെങ്കിൽ പയറൊക്കെ കുറച്ച് ഉപ്പിട്ടിട്ട് അതിൽ വേറെ പാത്രത്തിലിട്ട് കുക്കർ വെച്ച് അടയ്ക്കും. ഒരു 3 വിസിൽ കഴിയുമ്പോൾ ഇതെല്ലാം കൂടി കുഴഞ്ഞു ഒരു സാധനം കൂടിയായി. അപ്പോൾ എടുത്ത് കഴിക്കും. പിന്നെ എന്തെങ്കിലും കിട്ടിയാൽ മതി എന്നുള്ളൂ ആ സമയത്ത്. അപ്പോൾ അതുകൊണ്ട് അത് കഴിക്കും. പിന്നെ അതിനുശേഷം ഞാൻ വീട്ടിലെ കറികൾക്കൊന്നും ടേസ്റ്റ് ഇല്ല എന്നാണ് തല്ലുപിടിക്കാറില്ല. ഒരു 10ാം ക്ലാസ് പ്ലസ് 2 വരെയൊക്കെ ഇഷ്ടപ്പെട്ടില്ല. ഈ അതിന് ഉപ്പ് പോരാ, മുളക് പോരാ, അങ്ങനെയൊക്കെയുള്ള ടേസ്റ്റ് ഇല്ലാത്തതാണ്. പിന്നെ ഞങ്ങൾ ലിജു ഹോസ്റ്റലായിരുന്നു. ഞാൻ താമസിക്കുന്നത് ഇവിടെ താഴെയായിരുന്നു, ഈ കുന്നുകുഴിയിൽ സ്റ്റുഡൻറ് സെന്ററിന്റെ താഴെ ഒരു വീട് വാടകയ്ക്ക് എടുത്ത് ഞങ്ങളൊരു 5-6 പേര് ചേർന്ന് താമസിക്കുമായിരുന്നു. അത് അയ്യോ, ആകെ ഒരു കറിയേ ഉള്ളൂ. ചോറുണ്ടാകും, ഉള്ളിക്കറി. 365 ദിവസവും ഈ അവിടെയുള്ള ഞങ്ങൾക്ക് 5 പേർക്കും ഉണ്ടാക്കാൻ അറിയാവുന്ന ഏക കറി. ആ ഉള്ളിക്കറി ഉണ്ടാക്കുന്നതിൽ പോലും പോയിട്ടില്ലാത്ത ഒരാളാണ് ഇനി ഞാൻ. പക്ഷേ അതിനൊക്കെ ഒരു രുചിയുണ്ടെന്ന് ഒരുമിച്ച് കൂടി ഉണ്ടാക്കി കഴിക്കും. പിന്നെ ഫസ്റ്റ് ഇയർ ഒക്കെ ആകുന്ന സമയത്ത് ഈ പിന്നെ സുമംഗലിയിലൊക്കെ കല്യാണത്തിന് പോകാൻ കേറി കഴിച്ചിട്ട് അടുത്ത അതിക്രമമുണ്ട്. പാളയംപള്ളിയിൽ പോകുന്നത് എല്ലാ പള്ളിയിലും പാളയംപള്ളിയിൽ പോയിട്ടുണ്ട്, സുമംഗലി കല്യാണ മണ്ഡലത്തിൽ പോയിട്ടുണ്ട്. പാളയംപള്ളിയിൽ ഈ നോമ്പ് സമയത്ത് ഇവിടെ ഒരു നോമ്പ് കഞ്ഞിയുണ്ട്. ഞങ്ങൾ ഈ ഹോസ്റ്റലിൽ ഞങ്ങൾ കുറേ ഇപ്പോൾ ഇവിടെ നമ്മുടെ ഇവിടെ പള്ളിയിൽ പോകുന്നവരുണ്ട്. അപ്പം ഞങ്ങളുടെ കൂടെ പോകും. അപ്പോൾ പ്രാർത്ഥന കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മഞ്ഞൾ ചേർത്തൊരു കഞ്ഞിയുണ്ട്, ഒരു മഞ്ഞ കളറിൽ അവിടെ നിന്ന്. അപ്പോൾ പാളയംപള്ളിയിൽ നിന്ന് ഞങ്ങൾ ഒത്തിരി പോയി
കുടിച്ചിട്ടുണ്ട്. ഞാൻ സജീവ് സ്നേഹം ഉണ്ടായിരുന്നു. പാത്രം കൊണ്ടുപോയിട്ട് ഹോസ്റ്റലിലെ സജീവികൾക്ക് ചേട്ടാ ഇവർക്ക് ഈ പാത്രത്തിൽ കൂടി ഒന്ന് തരുമെന്ന് ചോദിച്ചിട്ട് ഇതുകൂടി വാങ്ങിച്ച് തിരിച്ച് നടന്ന് ഈ PMG കൂടെ നടന്ന് ഞങ്ങൾ ഇങ്ങനെ എത്രയോ കുന്നുവഴി വാടകയിലേക്ക് അത്രയ്ക്കുള്ള പൈസ ഒന്നും വന്നില്ല. ട്യൂഷനൊക്കെ എടുക്കുന്ന ഞാനിവിടെ മിക്കവാറും എല്ലാ ട്യൂട്ടോറിയൽ കോളേജിലും പഠിപ്പിച്ചിട്ടുണ്ട്. കഴക്കൂട്ടത്ത്, പള്ളിത്തുറ, വർക്കല, ഐഡിയൽ, പിന്നെ ഇവിടെ നമ്മുടെ കഴക്കൂട്ടത്ത് തന്നെ കുളത്തൂരിൽ ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അന്ന് ഈ ട്യൂഷനും മറ്റു കാര്യങ്ങളൊക്കെയാണ് അന്നത്തെ ഹോസ്റ്റൽ വരുമാനം മാറിയത്. ഞങ്ങൾ ഇതൊരു നല്ല ഭക്ഷണം കിട്ടുന്നത് അന്ന് ഈ ഏറ്റവും നല്ല ഈ പള്ളിയിൽ അന്ന് ഈ നോമ്പ് അപ്പൊ സ്ഥിരം നോമ്പ് കഞ്ഞി കുടിക്കാനായിട്ട് ഈ പാളയം പോവായിരുന്നു. ഞാൻ നോമ്പ് പിടിക്കായിരുന്നു. എന്റെ മുറിയിലുണ്ടായിരുന്ന ഫിയാസും പിന്നെ സിയാദുമാണ്. ഇതിനറിയാം അവന്മാര് ചെലവിലാണ് ഞാൻ കഴിയുന്നത്. അപ്പൊ അവര് നോമ്പ് പിടിക്കുമ്പോ എനിക്ക് ഞാനും ആ 1 മാസം നോമ്പ് പിടിക്കും. പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഞാനൊരു സിൻസിയർ നോമ്പ് പിടുത്തക്കാരനായി. ആദ്യം അങ്ങനെ ആണെങ്കിൽ പോലും അവർ രണ്ടുപേരുണ്ട്. സിയാദ് ഇവിടെ ടെക്നോ പാർക്കിൽ ഒരു ഹോട്ടൽ നടത്തുന്നുണ്ട്. ഫിയാസ് UK ലോ കോളേജിലേക്ക് ചെല്ലുമ്പോഴേക്കും പിന്നെ നമുക്ക് അടുക്കളയ്ക്ക് ഒരു പാചകം കാര്യമില്ല. അത് നമ്മളെ സഹായിക്കുന്ന പോലെ നമ്മൾ നോക്കിയെന്നാ മാത്രമല്ല. ഞാനവിടെ ഇങ്ങനെ പഠിക്കുന്ന സമയത്ത് കല്യാണങ്ങൾക്ക് ഇപ്പോൾ ഒരു പറഞ്ഞ പോലെ പോകുമല്ലോ. അപ്പോൾ നമ്മുടെ കൂട്ടത്തിലെ പിള്ളേർ 1-2 പേര് അവരൊരു കല്യാണത്തിന് ഫംഗ്ഷന് പോയി. അപ്പോൾ നല്ല ഭക്ഷണമാണ്. അപ്പോൾ അവരോട് വിളിച്ചു. അങ്ങനെ ഞങ്ങളോട് പോയി കഴിച്ചു. പിന്നെ കുറച്ച് കഴിയുമ്പോൾ അവനെന്നെ തോന്നി ഇത്രയും കഴിച്ചല്ല എന്തെങ്കിലുമൊക്കെ ഒരു തിരിച്ച് ചെയ്യണ്ടേ. അപ്പോൾ പിന്നെ നല്ല തിരക്കാണ്. പുള്ളി ഫോട്ടോ എടുക്കുന്ന സ്റ്റേജൊക്കെ പുള്ളി പോയി ഇങ്ങനെ നിയന്ത്രിച്ച് കഴിയാറായ സമയത്ത് ആളുകളെ കയറ്റി വിടുന്നു, ഇറക്കി വിടുന്നു, നിയന്ത്രിക്കുന്നു എന്നൊക്കെയാണ്. കുറേ കഴിയാറായ സമയത്ത് ഒരാൾ കൊണ്ട് ചോദിച്ചു ആരാ മനസ്സിലായില്ല. ഇവനും തിരിച്ചു പറഞ്ഞു ആരാ മനസ്സിലായില്ല. ഞാനാണ് ഈ പരിപാടി നടത്തുന്നത്, കുട്ടിയുടെ അച്ഛനാണ്, നിങ്ങളാണ്. അപ്പോൾ അതുപോലെ കുറച്ച് കഴിയുമ്പോൾ അവർക്ക് തന്നെ സംശയമാവും ഇത് ആരൊക്കെ വരുന്നത്, നമ്മളെ തിരിച്ചറിഞ്ഞ് തുടങ്ങുന്ന സമയത്ത് പിന്നെ നമ്മൾ പിന്നെ പോകാൻ പറ്റാണ്ട് സത്യം ശരി. ബിന്ദു മാം ഉണ്ടാക്കിയ ഭക്ഷണം എത്ര പേര് കഴിച്ചിട്ടുണ്ട്? അതിനുള്ള അവസരം ഇതുവരെ കിട്ടിയിട്ടില്ല. അതല്ല ഞങ്ങൾക്ക് ആർക്ക് വിളിച്ചു തന്നിട്ടില്ല. ഇതിൽ തീരുമാനിച്ചോളൂ. അല്ല മാം എങ്ങനെയാ പൊതുവെ ഫുഡ് ഉണ്ടാക്കാൻ ഇഷ്ടമുള്ള ആളാണോ? എനിക്ക് അങ്ങനെ ഇഷ്ടമൊന്നുമില്ല. പക്ഷെ ഞാൻ എല്ലാം ചെയ്യും. പക്ഷെ ആവശ്യമുള്ളപ്പോൾ ഇപ്പം നമ്മുടെ വീട്ടിൽ നമ്മൾ മാത്രമേ ഉള്ളൂ, ചെയ്തേ പറ്റൂ എന്നുള്ള സാഹചര്യം എല്ലാ കാര്യവും ചെയ്യും. എന്റെ മോൻ പറയുന്ന ലോകത്തെ ഏറ്റവും നല്ല ഫുഡ് ഞാൻ ഉണ്ടാക്കുന്നത്. എനിക്ക് അത്രയും കോൺഫിഡൻസ് ഇല്ല. അത് വലിയ കോംപ്ലിമെന്റ് അല്ലേ? ഡിപ്ലോമസിയുടെ ഒരു അവാർഡ് കൊടുക്കണം. അമ്മയെ സുഖിപ്പിക്കുന്ന ഒരാളുണ്ടെങ്കിൽ അല്ലല്ല എല്ലാവരും നമ്മളെ സഹായിക്കാൻ ബന്ധുക്കളുടെ സാധനങ്ങൾ എല്ലാവരും ഉണ്ടല്ലോ. ഞാൻ ഇല്ലാത്ത സമയത്തായിട്ടല്ല. പക്ഷെ ഞാൻ വീട്ടിലുണ്ടെങ്കിൽ ഞാൻ എല്ലാ കാര്യവും ചെയ്യും. ഒരു വ്യത്യാസമല്ല. സദ്യയൊക്കെ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. കുടുംബ വീട്ടിലായതിനു ശേഷം, ഹസ്ബൻഡ് വീട്ടിലായതിനു ശേഷം. സ്വന്തം വീട്ടിൽ സഹായിച്ചു നിന്നാ ഒരു അവസരം ഇവർക്ക് എല്ലാവർക്കും ഒരു ഭക്ഷണം കൊടുക്കുന്ന ചെയ്യാം. ഇപ്പൊ എനിക്ക് നല്ലൊരു കുക്കിനെ കിട്ടിയിട്ടുണ്ട്. മിക്കവാറും എന്നെ അടുക്കളയിലോട്ട് കയറ്റുന്ന ആളല്ല. അതുകൊണ്ട് കോൺഫിഡൻസോടെ വിളിക്കാം, ധൈര്യമായിട്ട് വിളിക്കാം. ശ്രീകണ്ഠ സാർ കുക്ക് ചെയ്യോ? ഇല്ലേ? ചായ മാത്രമേ ഉണ്ടാക്കാൻ അറിയുള്ളൂ. അതെ, മാം കുക്കിംഗ് ആണോ? ഇതുവരെ വീട്ടിൽ അങ്ങനെ കുക്കിങ്ങിന് വേണ്ടി ആരെയും നിർത്തേണ്ടി വന്നിട്ടില്ല. ഇപ്പോഴാണ് ആദ്യമായിട്ട് ഇവിടുത്തെ വീട്ടിൽ കുക്കുണ്ട്. നാട്ടിലും ഇപ്പം വെക്കാൻ ഒരാളെ പറഞ്ഞ് ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. കാരണം ഞാൻ കൂടുതൽ ദിവസം ഇവിടെയാണ്. അപ്പൊ ഇപ്പൊ നമുക്ക് അല്ല, അതൊരു പ്രശ്നമാണ്. കാരണം എന്താ വെച്ചാല് നമ്മളങ്ങനെ നേരത്തെ തൊട്ട് ഇപ്പൊ ഒരാളെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്ത് മുന്നോട്ട് പോയാലേ നമുക്ക് പിന്നെ അവരൊരു ദിവസം വരാതിരുന്ന നമ്മൾ മൊത്തം ഈ കാര്യങ്ങളൊക്കെ അവതാളത്തിലാവും. അപ്പൊ അതുകൊണ്ട് ഇതുവരെയും അങ്ങനെ ആരും ഡിപ്പെൻഡ് ചെയ്ത് പോയിട്ടില്ല. പാലക്കാട് അടുക്കളയിൽ ഇപ്പൊ ഒരു യുദ്ധം നടക്കുന്നുണ്ടാവും. ഇല്ല, യുദ്ധമില്ല. കോഴിങ്ങ ഈ കുടുംബത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ പ്രത്യേകിച്ച് ആൺകുട്ടികളെ കൂടെ ഷെയർ ചെയ്ത് പഠിപ്പിക്കണം എന്നുള്ളതാണ്. അങ്ങനെയില്ല, ആൺകുട്ടികൾ എന്റെ ബ്രദർ എല്ലാ കാര്യങ്ങളും എന്നേക്കാൾ കൂടുതൽ എന്റെ അമ്മയെ സഹായിക്കുന്ന എന്റെ ബ്രദർ എല്ലാ കാര്യങ്ങളും ചെയ്യും. അപ്പൊ ഞാൻ എന്റെ മോൻ വളർന്നു വന്നപ്പോൾ കുഞ്ഞിലെ ഒന്നും അങ്ങനെ ചെയ്യിക്കത്തില്ല. അതെ അതെ, ഞാൻ പറഞ്ഞു ഒരു 8ാം ക്ലാസ് 9ാം ക്ലാസ് ഒക്കെ ആയപ്പോൾ പതുക്കെ ഓരോന്ന് പഠിപ്പിച്ചു തുടങ്ങി. അപ്പൊ വളരെ ആക്റ്റീവായിട്ട് അമ്മയെ സഹായിക്കാനാന്ന് ചില സമയത്തേക്ക് ഞാൻ ഒറ്റയ്ക്ക് ചെയ്യേണ്ടി വരുന്നു. അവ എല്ലാം ചെയ്യുമായിരുന്നു, ദോശയിടും, ചായ ഇടും. പക്ഷെ ഒരു ദിവസം ഹസ്ബൻഡ് കണ്ടുകൊണ്ട് വഴക്ക് കുറഞ്ഞ് കുഞ്ഞ് ഗ്യാസ് ഒക്കെ ഓൺ ചെയ്ത് അവ ഒറ്റയ്ക്ക് നീ ഇങ്ങനെ കാണിക്കുന്നത് എന്താന്ന് വെച്ച് അപ്പോൾ എനിക്ക് പേടിയായി. പിന്നെ കുറച്ച് അപ്പൊ എന്താ എന്തിനു വിളിച്ചാലും വരാത്ത സ്ഥിതിയായി.
ഒരു കാര്യമുണ്ട്, ലിജു സാർ ഭക്ഷണപ്രിയനാണെന്ന് പറഞ്ഞല്ലോ. ഓണസദ്യയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ആയിരുന്നു ഞാൻ ആയിരുന്നു. പറഞ്ഞു. ഇപ്പൊ ഇല്ല, ഇപ്പൊ കഴിക്കുന്നേ ഇല്ലേ, ഇപ്പൊ ഇഷ്ടമല്ലേ? കുറച്ച് ഒരു പുരുഷായത്തിന് ആവശ്യമുള്ള മൊത്തം കഴിച്ചാൽ ഇപ്പൊ ഒരു ഫേവറേറ്റ് ഫുഡ് ഉണ്ടോ? കഴിച്ച് മടുത്തു. കഴിച്ചെന്നാല് ഇപ്പൊ ഒരു ഫേവറേറ്റ് ഫുഡ് ഉണ്ടോ? ഓണസദ്യക്ക് ആവുമ്പോ എന്തായിരിക്കും കഴിക്കാൻ ഇഷ്ടമുള്ള ഒരു ഡിഷ് എന്തായിരിക്കും എനിക്ക് അതിനകത്ത്? ഏറ്റവും ഇഷ്ടമുള്ള പുളിശ്ശേരിയാണ്. മാമ്പഴപ്പുളിശ്ശേരി. പുളിശ്ശേരിയല്ല, പുളിശ്ശേരിയാണ്. പുളിശ്ശേരിയും അതുപോലെ ഈ തൈര് ചമ്മന്തി അങ്ങനെയുള്ള കോമ്പിനേഷൻ നമ്മുടെ നാട്ടിലിരുന്നുണ്ടല്ലോ. പിന്നെ കപ്പ ഇത് പിന്നെ നേരത്തെ പറഞ്ഞതുപോലെയാണ് ചെറുപ്പത്തിൽ ഞങ്ങൾ പോയി കഴിക്കാവുന്നതെല്ലാം കഴിക്കുന്നൊരു രീതിയായിരുന്നു. ഹോസ്റ്റലിൽ നിന്ന് മാക്സിമം പിന്നെ പുറത്തു വന്ന് ഇപ്പം അന്വേഷിച്ചു പോയി കഴിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു വളരെയധികം ഒത്തിരി. പിന്നെ അത് അങ്ങനെ ഒരു ക്രൈസ് ഇല്ല. ഇപ്പൊ ഓണസദ്യ ഒക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്കൊരു ഓണപ്പാട്ട് കൂടെ പാടിയിട്ട് കഴിഞ്ഞത് നമ്മൾ ഇപ്പോൾ വായ്പാട്ടാറ്റില് വള്ളംകളി പാടി വഴിയുണ്ട്. വായ്പാട്ടിനോട് ചേർന്നാണ് ഈ കുട്ടനാട് അപ്പർ കുട്ടനാടെല്ലാം ഒരു സോണാണ്. അപ്പോൾ അവിടെ നമ്മളെ BR പ്രസാദ് എഴുതിയ BR പ്രസാദ് കുട്ടനാട്ടുകാരനാണ്, മങ്കമ്പുകാരനാണ്. പുള്ളിയുടെ ഒരു പഴയ നല്ല കേരളത്തെ കുറിച്ചുള്ള പാട്ടുണ്ട്, ഓണത്തിന്റെ ഒരു വൈബിള്. അത് തന്നെ അതല്ലേ? കേരനിരകളാടും ഒരു ഹരിത ചാരുതീരം, പുഴയോരം കളമേളം കവിത പാടും തീരം, കായലലകൾ പുൽകും തണുവലിയുമീറൻ കാറ്റിൽ ഇളഞ്ഞാറിൻ ഇലയാടും കുളിരിലാവും നാട്, നിറപൊലിയേകാമെന്നരിയ നേരിനായി പുതുവിള നേരുന്നോരിനിയ നാടിതാ പാടാ കുട്ടനാടിൻ നീണം കേരനിരകളാടും ഒരു ഹരിത ചാരുതീരം, പുഴയോരം കളമേളം കവിത പാടും തീരം. ഇംപ്രവൈസേഷൻ അടിപൊളി. അപ്പൊ നമ്മുടെ പ്രേക്ഷകർക്ക് ഒരു ഓണാശംസ കൂടെ പറഞ്ഞാൽ നമുക്ക് അവസാനിപ്പിക്കാം. എല്ലാ മലയാളികൾക്കും സന്തോഷവും സമാധാനവും സമ്പൽ സമൃദ്ധിയും നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു. ലോകത്തെല്ലായിടത്തും ഇരുന്ന് മലയാളികൾ ഈ ഓണം ആഘോഷിക്കുകയാണ്. എല്ലാ മലയാളികൾക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. എല്ലാ പ്രിയപ്പെട്ട മലയാളികൾക്കും ഹൃദ്യമായ സമൃദ്ധമായ നന്മ നിറഞ്ഞ ഓണം ആശംസിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ട മലയാളികൾക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഈ മലയാളികളല്ലാത്ത ആളുകൾക്കാർക്കെങ്കിലും ഓണം ആഘോഷിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അവരെ ഞാനായിട്ട് നിഷേധിക്കില്ല. എല്ലാവർക്കും ഓണാശംസകൾ. സോ താങ്ക് യു സോ മച്ച്. അപ്പോൾ ഒരു ടീം UDF എന്ന് പറയുമ്പോൾ ഇത്ര ഒത്തിണക്കത്തോടെ പോകുന്ന ഒരുപാട് കൂട്ടമാണെന്ന് ഞാൻ മനസ്സിലാക്കിയില്ല. സംസാരിച്ചപ്പോൾ ഭയങ്കര ഫണിയായിരുന്നു. ടീം UDF എന്നൊക്കെ പറയുമ്പോൾ പൊളിറ്റീഷ്യൻസ് അല്ലേ, ഞാൻ കരുതി നിങ്ങൾ തമ്മിൽ അത്ര വലിയ റാപ്പൊന്നും ഉണ്ടായിരിക്കില്ല. പക്ഷെ ഇവിടെ വന്ന് നോക്കിയപ്പോൾ സലീംകുമാർ പറഞ്ഞിട്ടില്ലേ ഇതൊക്കെ സത്യം ഞാൻ വിചാരിച്ചു ഇവരെങ്ങനെ ജോലി ചെയ്യാനൊക്കെ സമയം കിട്ടും, അങ്ങോട്ടും ഇങ്ങോട്ടും ഡ്രോണും വീഴുന്നത്. അത്ര നല്ല രസമായിരുന്നു. മലയാളികൾക്കൊക്കെ എന്തായാലും നല്ലൊരു നമ്മളെ ഒത്തിരുന്നിട്ടുള്ള ഒരു സംസാരമായിരുന്നു എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് ഒരു ഓണാശംസ പറഞ്ഞു. ഇത്രയും നേരം ഞങ്ങളെ കേട്ട ഓണവിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ അവസരം ഒരുക്കിയ മീഡിയ വണ്ണിനും മീഡിയ വണ്ണിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ഞങ്ങളുടെ എല്ലാവരുടെയും ഓണാശംസകൾ.